ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീമൽ ഭാഗവതം ഗുരുവായൂർ ദേവസ്വം പ്രസിദ്ധീകരണം. സാഹിത്യകേസരി പണ്ഡിറ്റ് പി ഗോപാലൻ നായരുടെ വ്യാഖ്യാനം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമൽ ഭാഗവതമാഹാത്മ്യം 6-ാം അധ്യായം. കുമാര ഊജു അഥതേ സംപ്രവക്ഷ്യാമ സപ്താഹശ്രവണേ വിധിം സഹായർവസുഭിശ്ചൈവ പ്രായസാധ്യോ വിധി സ്മൃത. കഴിഞ്ഞ അധ്യായത്തിൽ സപ്താഹയജ്ഞത്താൽ ധുന്ധുകാരിക്ക് പ്രേതഭാവത്തിൽ നിന്ന് മോചനം ലഭിച്ചുവെന്ന് പറഞ്ഞു. ഏതുവിധമാണ് സപ്താഹയജ്ഞം നടത്തേണ്ടതെന്ന് കാണിപ്പാൻ 6-ാം അധ്യായം ആരംഭിക്കുന്നു. സംവിധാനാൽ ഫലം പൂർണ്ണം തദ്ധീനേതു തദൽപദ അംഗാംഗിഭാവ സംബന്ധോ നയോരധ്യായോ സ്ഫുടം. ഏതൊരു കർമ്മവും വിധിപ്രകാരം നടത്തിയാൽ പൂർണ്ണഫലം ലഭിക്കും. വിധിയിൽ ന്യൂനത വരുത്തിയാൽ ഫലത്തിലും ന്യൂനത കാണപ്പെടും എന്ന ന്യായപ്രകാരം സപ്താഹയജ്ഞത്തിൻ്റെ ശരിയായ വിധി അറിയേണ്ടതാകയാൽ അതിനെ പ്രതിപാദിക്കുന്ന ഈ അധ്യായത്തിനും കഴിഞ്ഞ അധ്യായത്തിനും തമ്മിൽ അംഗാംഗിഭാവ സംബന്ധമുണ്ടെന്ന് ധരിക്കണം. കുമാരന്മാർ പറഞ്ഞു, ഇനിമേൽ സപ്താഹശ്രവണത്തിൽ ദീക്ഷിക്കേണ്ടതായ വിധിയെ അങ്ങയോട് പറയാം. 8 വിധം സഹായങ്ങൾ ലഭിച്ചാൽ പ്രായേണ ഈ യജ്ഞം വിധിപ്രകാരം സാധിക്കാമെന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ദൈവജ്ഞം തു സമാഹൂയ മുഹൂർത്തം പൃച്ഛതാം വിവാഹേ യാദൃശം ചിത്തം താദൃശം പരികൽപ്പയൽ. ജ്യോതിശാസ്ത്രം നന്നായി അറിയുന്ന ആളെ വിധിപ്രകാരം വിളിച്ചു വരുത്തിയ ശേഷം കഥാരംഭത്തിന് സമുചിതമായ ദേശകാലാവസ്ഥാവിശേഷങ്ങളെയും മുഹൂർത്തത്തെയും പൂർവപക്ഷം ചെയ്ത് സിദ്ധാന്തരൂപേണ നിശ്ചയിക്കണം. വിവാഹം നടത്തുന്നതിൽ മനസ്സിന് എത്രത്തോളം സന്തോഷമുണ്ടാകുമോ ആ വിധം സന്തോഷമുണ്ടായിരിക്കണം. നഭസ്യ ആശ്വിനോർജോജാ മാർഗശീർഷശുചിർനഭാം ഏതേ മാസാ കഥാരംഭേ ശ്രോതॄണാം മോക്ഷസൂചക. ശുഭദിവസങ്ങളെ അറിവാൻ പ്രയാസമെന്നുള്ള അഭിപ്രായത്താൽ വ്യാസമുനി തന്നെ പറയുന്നു. നഭസ്യം കന്നിമാസം, ആശ്വിനം തുലാമാസം, ഊർജം കാർത്തികമാസം വൃശ്ചികം, മാർഗശീർഷം ധനുമാസം, ശുചി കർക്കിടമാസം, നഭസ്സ ചിങ്ങമാസം എന്നീ മാസങ്ങൾ കഥാരംഭത്തിന് യോഗ്യങ്ങളും ശ്രോതാക്കന്മാർക്ക് മുക്തിയെ നൽകുന്നവയുമാകുന്നു. ഭൗമാർക്കിവർജിതാവാര ഭാനിധ്രുവമൃദൂനിജ ശുഭോ യോഗദിധോ ലഗ്നേ കഥാരംഭ പ്രശസ്യതേ. ചൊവ്വാഴ്ച ശനിയാഴ്ച ഈ 2 വാരങ്ങൾ ആരംഭിക്കുവാൻ നന്നല്ല. നക്ഷത്രങ്ങളാകട്ടെ സ്ഥിരങ്ങളും മൃദുക്കളുമായിരിക്കണം. ശുഭയോഗമുള്ള തിഥി ലഗ്നം എന്നിവയിൽ കഥാരംഭം ശ്രേഷ്ഠമെന്ന് പറയപ്പെട്ടിരിക്കുന്നു. മറ്റൊരു സ്ഥലത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. നവസ്യ കാർത്തികോ മാർഗ ശീർഷോ മാഘസ്തദേവജ ശ്രീമൽ ഭാഗവതം ശ്രാവ്യം ചാതുർമാസേ മഹൽഫലം. കന്നി, വൃശ്ചികം, ധനു, കുംഭം ഈ 4 മാസങ്ങളിൽ ശ്രീമൽ ഭാഗവത സപ്താഹ ശ്രവണം മഹാൽഫലത്തെ നൽകുന്നു. അതിന് കാരണം പറയുന്നു. മോഹയുക്തം തു ബ്രഹ്മാണം മാസേ നവസ്യ സംജ്ഞിതേ ശുദ്ധപക്ഷേ ശുഭേ വാരേ ഹുവാച ഭഗവാൻ ഹരി യുക്തം ശ്ലോകേ ചതുർഭുശ്യ സർവധാ മുക്തിദായകം നവമീ ദിനമാരഭ്യ പൂർണ്ണമാസീ യഥാ ഭുവിൽ വൈഷ്ണവൈ സഭോ വിപ്രാശ്രോതവ്യം കാമുദം ശുഭം ശുദ്ധ്വാ മുഖാം ഭോജൽ ബ്രഹ്മാംബോഹാദ്വിമുക്തവാൻ അതോ മാസേ നമസ്തേജാശ്രോതവ്യം ച നരൈസ്തദാ കാർത്തികേ നാരദോ വ്യാസം കഥാമേതാം ജഗാദഃ തസ്മാത്തു കാർത്തികേ മാസേ സപ്താഹ ശ്രവണം മതം ശ്രീശുകം പാഠയാമാസ മാസേ സമാർഗശീർഷകേ. അത സപ്താഹശ്രവണം മാർഗശീർഷേ ശുഭം മതം ഏകധാതു മുനിർധീരോ ഗംഗാധീരമുപൈവാൻ വിഷ്ണുരാധേന സംപൃഷ്ടോ മഹാഭാഗവതോ മുനി മാഘമാസേ സിതേപക്ഷേ നവമീ ഗുരുവാസരേ പ്രാരഭൽ പ്രഥമസ്കന്ധാദ്വൈകുണ്ഠപദമാവസ മാഘ മാസോദ്ധിസഞ്ജോയം സപ്താഹശ്രവണേ മതാം. ബ്രഹ്മാവിന് നമസ്യമെന്നു പേരായ മാസത്തിൽ കന്യാമാസത്തിൽ ശ്രീഹരി തന്നെ ചതുശ്ലോകി സംയുക്തമായ ഭാഗവതം കൽപ്പിച്ചു. അതിനാൽ ബ്രഹ്മാവിൻ്റെ മോഹം നീങ്ങി. അതുകൊണ്ട് നഭസ്യമാസം സപ്താഹശ്രവണത്തിന് വിശേഷമാകുന്നു. നഭസ്യമാസത്തിൽ ശുക്ലനവമി ദിവസം മുതൽ ആരംഭിച്ചിട്ട് പൗർണമി ദിവസമാണ് അവസാനിപ്പിച്ചത്. അതിനാൽ അതേ മാസത്തിൽ അതേ ദിവസത്തിൽ സപ്താഹയജ്ഞം നടത്തുന്നത് മഹാഫലപ്രദം. കാർത്തിക മാസം ശ്രീ വ്യാസമുനിയുടെ മനസ്സിന് ശാന്തി സിദ്ധിക്കാതെ വ്യസനിച്ചിരിക്കുമ്പോൾ ശ്രീ നാരദമുനി ഭാഗവത സപ്താഹയജ്ഞത്താൽ വ്യാസരുടെ മോഹം തീർത്തു. അതിനാൽ ആ മാസവും ശ്രേഷ്ഠം. മാർഗശീർഷമാസം ധനുമാസം
വ്യാസമുനി സ്വപുത്രനായ ശ്രീശുഖമുനിക്ക് 7 ദിവസം കൊണ്ട് ഭാഗവതം കേൾപ്പിച്ചത് ധനുമാസത്തിലാണ്. അതിനാൽ ആ മാസം ശ്രേഷ്ഠം. മാഘമാസം കുംഭം. ശ്രീശുഖമുനി പരീക്ഷിത്ത് മഹാരാജാവിന് ഗംഗാതീരത്ത് വെച്ച് ഭാഗവതം വായിച്ചു കേൾപ്പിച്ചത് കുംഭമാസത്തിൽ ശുക്ലപക്ഷ നവമി മുതൽ പൗർണമാസി വരെയുള്ള 7 ദിവസങ്ങളിലാണ്. അതുകൊണ്ട് ആ മാസം ശ്രേഷ്ഠം. ഇങ്ങനെയാണ് ഈ 4 മാസങ്ങളെ സപ്താഹയജ്ഞത്തിന് വിശേഷമാസങ്ങളായി നിശ്ചയിക്കാൻ കാരണം പറഞ്ഞു കാണുന്നത്. സർവേ മാസ ശുഭാപ്രോക്ത പൗഷചൈത്ര വിവർജിത എന്ന് മറ്റൊരിടത്ത് പറഞ്ഞു കാണുന്നതിനാൽ മകരം, മേടം എന്ന മാസങ്ങളൊഴികെ എല്ലാ മാസങ്ങളും ശുഭങ്ങളായിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. മാസാനാം വിഗ്രഹേയാനി താനി താജ്യാനി സർവദാ സഹായാശ്ചേതരേ ചാത്ര കർത്തവ്യ സോദ്യമാശ്ചയേ. ഗ്രഹയുദ്ധങ്ങൾ ഏതേതു മാസങ്ങളിൽ വരുന്നുവോ ആ മാസങ്ങളെ ഉപേക്ഷിക്കണം. ഈ സപ്താഹയജ്ഞം സാധിപ്പാൻ ആവശ്യമായ സഹായങ്ങൾ ഉത്സാഹശീലന്മാരായ എല്ലാ ജനങ്ങളും ചെയ്തു കൊടുക്കണം. വിഗ്രഹേയാനി എന്നതിനു പകരം വിപ്രഹേയാനി എന്നൊരു പാഠഭേദം കാണുന്നുണ്ട്. ഹേ യാനി, ത്യാജാനി 2 പദങ്ങളും ഒരേ അർത്ഥമായതുകൊണ്ട് വിഗ്രഹയാനി തന്നെയാണ് സന്ദർഭോചിതം. ദേശേ 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 തഥാ സയ്യം വാർത്താ പ്രേക്ഷ്യ പ്രയത്നത ഭവിഷ്യതി കഥാചാത്ര ആഗന്തവ്യം കുടുംബിഭീം ദൂരേ ഹരികഥാ കേചിത് ദൂരേ ചാച്യുതകീർത്തന സ്ത്രീശൂദ്രാദയോ യേ ച തേഷാം ബോധോ യഥോ ഭവൽ. കഥാവൃത്താന്തപത്രം സമീപ ദേശങ്ങളിലേക്കും സുഹൃത്തുക്കള്, സംബന്ധികള്, ബന്ധുക്കള് എന്നിവർക്കും അയക്കണം. എല്ലാ ദേശങ്ങളിലും ഈ വരം അറിയിപ്പിക്കാൻ പ്രയത്നിക്കണം. ഇവിടെ ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം വരെ കഥ നടത്തുവാൻ പോകുന്നു, കുടുംബസഹിതം വരണം എന്നെഴുതി അയച്ച് ക്ഷണിക്കണം. എന്തിനായിട്ട് ക്ഷണിക്കുന്നു, അറിയിച്ചാൽ തന്നെ ധാരാളമായില്ലല്ലോ എന്ന് വിചാരിക്കരുത്. എന്തുകൊണ്ടെന്നാൽ ചിലർക്ക് ഹരികഥ കേൾപ്പാൻ ആഗ്രഹമുണ്ടായിരിക്കയില്ല, മറ്റു ചിലർക്ക് അച്യുതനാമകീർത്തനത്തിൽ ഇഷ്ടമുണ്ടായിരിക്കയില്ല. സ്ത്രീകൾ, ശൂദ്രന്മാർ മുതലായവർ ഈശ്വരഭജന വിമുഖന്മാരായിരിക്കും. ഇവയെല്ലാം സാദരം ക്ഷണിച്ചു വരുത്തി കേൾപ്പിക്കുന്നത് കൊണ്ട് അവർക്കും ആത്മബോധമുണ്ടാകും. എല്ലാ മനുഷ്യരെയും അനുഗ്രഹിക്കണമെന്നുള്ള ബുദ്ധി സപ്താഹയജ്ഞകർത്താക്കൾക്കുണ്ടായിരിക്കണം. അതിനാൽ ക്ഷണിച്ചു വരുത്തുക തന്നെ വേണം. ദേശേ ദേശേ വിരക്തായേ വൈഷ്ണവാകീർത്തനോത്സുകാം തേഷു പത്രം പ്രേഷ്യം ജാതല്ലേഖനമിതീരിതം. ദേശം തോറും ഏതേതു ജനങ്ങൾ വിഷയവിരക്തന്മാരും ഹരികഥാസങ്കീർത്തന ശ്രവണാദികളിൽ താല്പര്യമുള്ളവരുമായിരിക്കുന്നവരോ അവർക്കും പത്രം അയക്കണം. പത്രവാചക രീതി ഇപ്രകാരം ഇരിക്കണം. സദാം സമാജോഭവിത സപ്തരാത്രം സുദുർലഭ അപൂർവരസരൂപേവ കഥാചാത്ര ഭവിഷ്യതി ശ്രീഭാഗവത പീയൂഷപാനായ രസലംബട ഭവന്തശ്ച തഥാ ശീഘ്രമായാത പ്രേമതൽപര നാവകാശക്കഥാചിച്ചേദ്ദിനമാത്രം തഥാവിധോ സർവഥാഗമനം കാര്യം ക്ഷണോത്രൈവ സുദുർലഭ ഏവമാകാരണം തേഷാം കർത്തവ്യം വിനയേന ച കാകന്തുകാനം സർവേഷാം വാസസ്ഥാനാനി കൽപ്പയേൽ. ഇവിടെ സജ്ജന സമ്മേളനം ഉണ്ടാവാൻ നിശ്ചയിച്ചിരിക്കുന്നു. 7 ദിവസം ഉണ്ടാകും. ഇമാതിരി സമാജം ഏറ്റവും ദുർലഭമാണ്. ആ സമാജത്തിൽ അപൂർവ രസസ്വരൂപമായ കഥാപ്രസംഗമുണ്ടാകും. ശ്രീ ഭാഗവത കഥാരൂപമായ അമൃതത്തെ പാനം ചെയ്യുവാൻ രസികന്മാരായ നിങ്ങൾ പ്രേമത്തോടും കഥാവിഷയത്തിൽ താല്പര്യത്തോടും കൂടെ ശീഘ്രം ആഗമിക്കണം. സംഗതിവശാൽ 7 ദിവസം ഇവിടെ ഇരിപ്പാൻ സാധിക്കാത്ത വിധം കാര്യത്തിരക്കുണ്ടായിരിക്കുമെങ്കിൽ 1 ദിവസമെങ്കിലും ഇവിടെ കഴിച്ചുകൂട്ടുവാനായി വരണം. ഒരു കാരണത്താലും വരാതിരിക്കരുത്. ഇമാതിരി അവസരം ദുർലഭമായിരിക്കും. ഇപ്രകാരം പ്രേമത്തോടും വിനയത്തോടും കൂടെ അവരെ വിളിച്ചു വരുത്തണം. അവിടെ വന്നു ചേരുന്നവർക്കെല്ലാം വാസസ്ഥലങ്ങളെയും മറ്റു സൗകര്യങ്ങളെയും കാലേ കൂട്ടി തന്നെ ഏർപ്പാട് ചെയ്യണം. തീർത്ഥേവാപി വനേവാപി ഗൃഹേവാ ശ്രവണം മതം വിശാലാവസ്ഥായത്ര കർത്തവ്യം സൽക്കഥാസ്ഥലം. പുഷ്കരാദി പ്രസിദ്ധ തീർത്ഥസ്ഥലങ്ങളിലോ വൃന്ദാവനാദി സുപ്രസിദ്ധ കാടുകളിലോ സ്വന്തം ഗൃഹത്തിലോ സപ്താഹയജ്ഞവും തത്ശ്രവണവും ആവാമെന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. കഥാപ്രസംഗത്തിനായി തീർച്ചപ്പെടുത്തുന്ന സ്ഥലം വിശാലമായിരിക്കണം. ശോധനം, മാർജനം, ഭൂമിർലേപനം, ധാതുമണ്ഡനം, ഗൃഹോപസ്കരമുദ്ധൃത്യ ഗൃഹകോണേ നിവേശയൽ. കഥാപ്രസംഗം നടത്തുന്ന സ്ഥാനം വേണ്ടതുപോലെ ശോധന ചെയ്യണം. പഞ്ചഗവ്യാദി കൊണ്ട് ശുദ്ധി വരുത്തണം. ഗോമയം തേച്ച് നന്നാക്കണം. ഗൈരികാദികൾ കൊണ്ട് കോലമിട്ട് അലങ്കരിക്കണം. ഗൃഹത്തിലുള്ള കട്ടിൽ, പീഠം, അമ്മിക്കല്ല് മുതലായ സാധനങ്ങളൊന്നും അവിടെ ഉണ്ടായിരിക്കരുത്. അതെല്ലാം ആ സ്ഥലത്തിൽ നിന്ന് നീക്കം ചെയ്ത് ഗൃഹത്തിൻ്റെ ഒരു മുക്കിലായിട്ട് വെക്കണം. അറവാക് പഞ്ചാഹതോ യജ്ഞാദാസ്തരാണി പ്രമേളയൽ കർത്തവ്യോ മണ്ഡപ പ്രോച്ചൈ കദലീഷണ്ഡമണ്ഡിത.
4-5 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ജനങ്ങൾക്ക് ഇരിപ്പാനുള്ള പായ മുതലായവ ശേഖരിച്ചു വെച്ച് സമയത്തിൽ ഭൂമിയിൽ വിരിക്കണം. ഉന്നതമായ ഒരു മണ്ഡപം നിർമ്മിച്ച് കുലവാഴകൾ കൊണ്ട് അലങ്കരിച്ച് ഭംഗിയാക്കണം. ഫലപുഷ്പതലേർവിഷ്വഗിദ്വാനേന വിരാജിത ചതുർദിക്ഷു ധ്വജാരോപോ ബഹു സമ്പദ്വിരാജിത. വിശേഷഫലങ്ങൾ, പുഷ്പങ്ങൾ, ദളങ്ങൾ എന്നിവ കൊണ്ട് വിധാനിച്ച് ശോഭ വരുത്തണം. 4 ഭാഗങ്ങളിലും വളരെ വിലപിടിച്ച ഭംഗിയുള്ള വസ്ത്രാലങ്കാരങ്ങൾ കൊണ്ട് വിളങ്ങുന്ന ധ്വജങ്ങൾ ഉണ്ടാക്കണം. ഊർധ്വം സപ്തൈവതയോഗാശ കൽപ്പനീയാ സവിസ്തരം തേഷു വിപ്രാവിരക്താശ സ്ഥാപനീയാ പ്രബോധ്യജാം. ആ സപ്താഹയജ്ഞം നടത്തുന്ന സ്ഥലത്തിന്റെ ഊർധ്വഭാഗത്തിൽ ഭൂരാദികളായ സപ്തലോകങ്ങളെ കൽപ്പിക്കണം. വായിക്കുന്ന മഹാന് ഇരിപ്പാൻ ദിവ്യമായ ആസനത്തെയും സ്ഥാപിക്കണം. ലോകങ്ങളെ കൽപ്പിക്കണമെന്ന് പറഞ്ഞതിൻ്റെ സാരം അവിടെ ഇരുന്ന് വായിക്കുന്ന ആളും കേൾക്കുന്നവരും സപ്തലോകങ്ങളെ ഭൂമിയുടെ ഉപരിയായിട്ട് ഭാവിക്കുകയും അവിടെ വസിക്കുന്ന ദേവന്മാരെ ആ സ്ഥലത്തിൽ സന്നിഹിതന്മാരായിട്ട് തങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ദൃഢമായി പ്രാർത്ഥിക്കുകയും വേണമെന്ന് ബോധിപ്പിക്കുവാനാകുന്നു. ആ ലോകങ്ങളിലിരിക്കുന്ന ജ്ഞാനികളും വിരക്തന്മാരുമായ ബ്രാഹ്മണരെ നേരിട്ടു കാണുന്നതിനായി ഭാവിച്ചിട്ട്, ഹേ ഭഗവാന്മാരെ, നിങ്ങൾ ഞങ്ങളെ അനുഗ്രഹിപ്പാനായി ഇവിടെ സന്നിഹിതന്മാരാകണേ എന്ന് പ്രാർത്ഥിക്കുകയും അവരവിടെ വസിക്കുന്നുവെന്ന് വിശ്വസിക്കുകയും വേണം. പൂർവം തേഷാമാസനാനി കർത്തവ്യാനി യഥോത്തരം വക്തുശ്ചാപി തഥാ ദിവ്യമാസനം പരികൽപ്പയല്ലേ. ആ സദസ്സിൽ ശ്രോതാക്കന്മാരായി വന്നിരിക്കുന്ന സുപ്രസിദ്ധന്മാരും സുവിരക്തന്മാരുമായ ബ്രാഹ്മണർക്ക് യോഗ്യതാനുസരണം മുൻഭാഗത്തിൽ ഇരിപ്പിടങ്ങളെ സമർപ്പിച്ചിരുത്തണം. വാചകമഹാശയനും സർവോത്തമമായ ആസനം സർവോപരി കൽപ്പിക്കണം. പ്രസംഗവശാൽ വക്താവിനും ശ്രോതാക്കന്മാർക്കും ഉണ്ടായിരിക്കേണ്ടതായ ഗുണങ്ങളെ പറയാം. സമാസവിൽ പ്രിയകഥ പ്രസ്താവവിൽ സത്യവാഗ് സന്ദേഹചിതശേഷശാസ്ത്രകുശലോ നാഖ്യാന വിച്ഛേദകൽ അവ്യംഗോ നിരഞ്ജകോ ജിതസഭോ സ്നാഹം കൃതോ ധാർമ്മിക സന്തോഷീ ചതുർദശോത്തമ ഗുണാവക്തു പ്രണീതായിമേ. വാചക മഹാശയന് ഈ 14 ഉത്തമ ഗുണങ്ങളുണ്ടായിരിക്കണം. 1. വാഗ്മിയും. 2. ഭാഗവതത്തിൽ വ്യാസഭഗവാൻ ഉപദേശിച്ചിരിക്കുന്ന പദങ്ങളുടെ അഭിപ്രായം അറിയുന്നവനും. 3. പ്രേമം ജനിപ്പിക്കത്ത വിധം കഥകളെ പറയുവാൻ അറിയുന്നവനും. 4. സമയോചിതമായ പ്രസംഗത്തെ നടത്തുന്നതിൽ വിവരമുള്ളവനും. 5. സത്യം പറയുന്നവനും. 6. സംശയം തീർത്തു പറയുന്നവനും. 7. എല്ലാ ശാസ്ത്രങ്ങളിലും നിപുണനും. 8. കഥാവിച്ഛിത്തി വരുത്താത്തവനും. 9. അംഗവൈകല്യമില്ലാത്തവനും. 10. ജനങ്ങളെ രഞ്ജിപ്പിക്കുന്നവനും. 11. സഭയെ ആകർഷിപ്പിക്കാൻ അറിയുന്നവനും. 12. അഹംഭാവഹീനനും. 13. ധർമ്മിഷ്ഠനും. 14. സന്തോഷ സ്വഭാവമുള്ളവനുമായിരിക്കണം. ഭക്തോ വക്തുരഗർവിതശ്രുതരുചാഞ്ചല്യഹീനപ്പെടും പ്രശ്നജ്ഞശ്ച ബഹുശ്രുതോപ്യനലസോ നിദ്രോജിതാഷസ്തുതി ദാതാത്യകൃതാന്തരശുജീവവൃദ്ധം ഭോജ്ജിത സർവധാ ശ്രോതുപ്പും സ്വയമേ ചതുർദശ ഗുണാ സൽഭിർനിരുക്താസ്ഫുടാ. ശ്രോതാവിനും 14 ഗുണങ്ങൾ ആവശ്യമാണ്. 1. ഈശ്വരനിൽ പ്രേമമുള്ളവനും. 2. വക്താവിൻ്റെ പേരിൽ ബഹുമാനമുള്ളവനും. 3. കേൾപ്പാൻ ശ്രദ്ധയുള്ളവനും. 4. മനഃശാഞ്ചല്യമില്ലാത്തവനും. 5. ഊഹാപോഹ കുശലനും. 6. വേണ്ടത് മാത്രം ചോദിപ്പാൻ അറിവുള്ളവനും. 7. അധികം കേൾവിയുള്ളവനും. 8. അശ്രദ്ധ ബാധിക്കാതിരിക്കുന്നവനും. 9. കഥ കേൾക്കുമ്പോൾ ഉറക്കം വരുന്ന സ്വഭാവമില്ലാത്തവനും. 10. ശോഭന ബുദ്ധിശാലിയും. 11. ദാനം ചെയ്യുന്നവനും. 12. അന്യകഥകളിൽ മനസ്സിരുത്താത്തവനും. 13. ദേഹശുദ്ധിയുള്ളവനും. 14. പരവഞ്ചന ചെയ്യാത്തവനുമായിരിക്കണം. പറയുന്നവരും കേൾക്കുന്നവരും ഗുണപൂർണന്മാരായിരുന്നാൽ ഫലം സമ്പൂർണമായി ലഭിക്കുമെന്ന് സാരം. ഉദങ്മുഖോ ഭവേദ്വക്താ ശ്രോതാവൈ പ്രാങ്മുഖസ്ഥിതാ പ്രാങ്മുഖശീൽ ഭവേദ്വക്താ ശ്രോതാ ചോദങ്മുഖസ്ഥിതാ. വായിക്കുന്ന ആള് വടക്കോട്ട് നോക്കിയിരിക്കണം, അപ്പോൾ കേൾക്കുന്ന ആൾ കിഴക്കോട്ട് നോക്കിയിരിക്കണം. വായിക്കുന്ന ആൾ കിഴക്കു നോക്കിയിരിക്കുന്ന പക്ഷം കേൾക്കുന്ന ആൾ വടക്കോട്ട് നോക്കിയിരിക്കണം. അഥവാ പൂജ്യകമധ്യത ശത്രുണാമാഗമേ പ്രോക്താദേശകാലാദികോ വിധേയ. ഈ ഭാഗത്തെക്കുറിച്ചുള്ള പക്ഷാന്തരം പറയുന്നു. പൂജ്യൻ, വക്താവ്, പൂജകന്മാർ, ശ്രോതാക്കൾ ഇവരുടെ മധ്യം തന്നെ പൂർവദിക് എന്നു ദേശകാലാദികളെ നിർണയിപ്പിക്കാൻ സമർത്ഥന്മാരായ പണ്ഡിതന്മാർ
ശാസ്ത്രത്തിൽ നിശ്ചയിച്ചിരിക്കുന്നു. വിരക്തോ വൈഷ്ണവോ വിപ്രോ വേദശാസ്ത്രാദിശുദ്ധികൾ ദൃഷ്ടാന്തകുശലോ ധീരോ വക്താകാര്യോതിസ്പൃഹ. വക്താവിന് വേണ്ടുന്ന ഗുണങ്ങളെ പറയുന്നു. സ്ത്രീപുത്രധനാദികളിൽ ആസക്തിഹീനനും വിഷ്ണുഭക്തനും വേദശാസ്ത്രാഭ്യസനത്തിൽ അന്ധകരണവിശുദ്ധി വരുത്തിയിരിക്കുന്ന ബ്രാഹ്മണനും ദൃഷ്ടാന്തങ്ങൾ പറയുന്നതിൽ സമർത്ഥനും ധീരനും ആഗ്രഹം ഒട്ടുപോലും ഇല്ലാത്തവനുമായ വക്താവിനെ നിശ്ചയിക്കണം. അനേകധർമ്മവിഭ്രാന്താസ്ത്രൈനാപാഖണ്ഡവാദിന ശുഖശാസ്ത്ര കഥോച്ചാരേത്യാദ്യാസ്തേതി പണ്ഡിത. അനേകവിധ കർമ്മങ്ങളിൽ ഭ്രമിക്കുന്നവരും സ്ത്രീകളിൽ അത്യാസക്തന്മാരും പാഖണ്ഡവാദം ചെയ്യുന്നവരുമായ ആളുകൾ പണ്ഡിതന്മാരായിരുന്നാൽ കൂടെ ആ മാതിരി പണ്ഡിതന്മാരെ ഭാഗവതകഥ വായിക്കുന്നതിൽ ഏർപ്പെടുത്തരുത്. സുഖശാസ്ത്രം എന്നതിനു പകരം ശുഭശാസ്ത്രം എന്നും പാഠമുണ്ട്. അപ്പോൾ ഏതൊരു നല്ല കഥ വായിക്കുന്നതിലും എന്നു തന്നെ സ്പഷ്ടമാകും. വക്തുപാർശ്വേ സഹായാർഢ്യമന്യസ്ഥാപ്യസ്തഥാവിധ പണ്ഡിത സംശയച്ഛേതാലോകബോധന തൽപരാ. വായിക്കുന്ന വിദ്വാന്റെ സഹായത്തിനായിക്കൊണ്ട് തത്തുല്യനും സംശയങ്ങളെ തീർത്ത് ജനങ്ങളെ ധരിപ്പിക്കുവാൻ തൽപരനും പണ്ഡിതനുമായ മറ്റൊരു വിദ്വാനെ കൂടെ ഇരുത്തണം. വക്താക്ഷൗരം പ്രകർത്തവ്യം ദിനാദർ വാഗ്വ്രതാപ്തയെ അരുണോദയേ സൗ നിർവർത്തിയ ശൗചം സ്നാനം സമാചരൽ. വായിക്കുന്ന ആള് സപ്താഹയജ്ഞം ആരംഭിക്കുന്ന തലേന്നാൾ തന്നെ വ്രതദീക്ഷാർത്ഥം ക്ഷൗരം കഴിപ്പിക്കണം. എല്ലാ ദിവസവും പ്രാതകാലത്ത് എഴുന്നേറ്റ ഉടനെ മൂത്രപുരീഷ വിസർജന ദന്തധാവനാദികളെ നിവർത്തിച്ച് ശുദ്ധനായ ശേഷം അരുണോദയത്തിൽ സ്നാനം കഴിക്കണം. നിത്യം സംക്ഷേപകൃത്വ സന്ധ്യാദ്യം സംപ്രയത്നത കഥാവിഘ്നവിഘാതായ ഗണനാഥം പ്രഭൂജയൽ. സ്നാനാന്തരം കഴിക്കേണ്ടതായ സന്ധ്യാവന്തനാദി കർമ്മങ്ങളെ ചുരുക്കത്തിൽ നടത്തണം. കഥാവസരത്തിൽ വിഘ്നങ്ങളൊന്നും നേരിടാതിരിക്കാൻ വിഘ്നേശ്വരനെ പരമഭക്തിയോടുകൂടെ വിധിപ്രകാരം പൂജിക്കണം. പിതൃൻ സന്ദർഭശുദ്ധ്യർത്ഥം പ്രായശ്ചിത്തം സമാചരൽ മണ്ഡലം ച പ്രകർത്തവ്യം തത്ര സ്ഥാപ്യോ ഹരിസ്തഥാ. പിതൃതർപ്പണം ചെയ്യണം. അതിനു മാത്രം ശരീരശേഷി ഇല്ലെന്ന് വരികിൽ ശരീരശുദ്ധിക്കായിക്കൊണ്ട് പ്രായശ്ചിത്തം വേണ്ടും വിധം നടത്തണം. വായ്പാൻ ഉയർത്തി കെട്ടിയുണ്ടാക്കിയിട്ടുള്ള മണ്ഡപത്തിൽ സർവതോഭദ്രമെന്നു പേരായ മണ്ഡലത്തെ നിർമ്മിക്കണം. കോലമിടണം. അതിൻ്റെ നടുവിൽ ശ്രീഹരിയെ മന്ത്രപൂർവം ആവാഹിച്ചുറപ്പിക്കണം. കൃഷ്ണമുദ്ദിശ്യ മന്ത്രേണാചരൽ പൂജാവിധം ക്രമാൽ പ്രദക്ഷിണ നമസ്കാരാൻ പൂജാന്തേ സ്തുതിമാചരൽ. വായിക്കുന്ന വിദ്വാൻ തന്നെ ശ്രീകൃഷ്ണനെ വിധിപ്രകാരം മന്ത്രം കൊണ്ട് പൂജിക്കണം. പൂജാവസാനത്തിൽ പ്രദക്ഷിണ നമസ്കാരങ്ങൾ ചെയ്ത ശേഷം സ്തോത്രം ചെയ്യണം. പൂജിപ്പാനുള്ള ഉത്തമ മന്ത്രം പുരുഷ സൂക്തമാണെന്നാണ് മഹദഭിപ്രായം. സംസാരസാഗ്നേയമഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം സമുദ്രഭവാർണവൽ. സ്തുതിമന്ത്രത്തെ പറയുന്നു. സംസാരമാകുന്ന സമുദ്രത്തിൽ വീണുകിടക്കുന്ന ദുഃഖിതനായ എൻ്റെ ശരീരത്തെ കർമ്മങ്ങളാകുന്ന മുതലായ ജലജന്തുക്കൾ ബന്ധിച്ചിരിക്കുന്നു. ഹേ കരുണാനിധേ, ഈ സംസാര സമുദ്രത്തിൽ നിന്ന് എന്നെ കരകയറ്റണമേ എന്ന് പരിതാപത്തോടുകൂടെ പ്രാർത്ഥിക്കണം. ശ്രീമദ് ഭാഗവതസ്യാപി തത പൂജാ പ്രയത്നത കർത്തവ്യാവിധിനാ പ്രീത്യാ ധൂപദീപ സമന്വിത. പിന്നെ ശാസ്ത്രപൂജ ചെയ്യണമെന്ന് ഉപദേശിക്കുന്നു. ശ്രീമദ് ഭാഗവത ഗ്രന്ഥത്തെയും വിധിപ്രകാരം പരമപ്രീതിയോടുകൂടെ പൂജിക്കണം. ധൂപദീപാദികളെ സമർപ്പിക്കണം. തതസ്തു ശ്രീഫലം ധൃത്വാ നമസ്കാരം സമാചരൽ സുതി പ്രസന്നചിത്തേന കർത്തവ്യാ കേവലം ദദാ. അനന്തരം നാളികേരം സമർപ്പിച്ച് നമസ്കരിച്ച ശേഷം സന്തോഷിച്ച മനസ്സോടുകൂടെ സ്തോത്രം ചെയ്യണം. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണേഹി സ്വീകൃതോസി മയാനാഥ മുക്ത്യർത്ഥം ഭവസാഗരേ മനോരഥോപദീയോയം സഫലബ്ധ സർവധാ ത്വയാ നിർവിഘ്നേനേവ കർത്തവ്യോ ദാസോഹം തവ കേശവ. ഏവം ദീനവച പ്രോക്താ വക്താരം ജാതഭൂജിയൽ സംഭൂഷ്യവസ്ത്രഭൂഷാദി പൂജാന്തേതം ച സംസ്തവേൽ. ഭാഗവതമെന്നു പേരായി ഗ്രന്ഥം പ്രത്യക്ഷ സ്വരൂപനായ ശ്രീകൃഷ്ണൻ തന്നെയാകുന്നു. ഏ നാഥ, സംസാര സമുദ്രത്തിൽ നിന്ന് മോചനം ലഭിക്കുവാനായിട്ട് ഞാൻ നിന്തിരുവടിയെ സ്വീകരിച്ചിരിക്കുന്നു. ഹേ കേശവ, ഞാൻ അങ്ങയുടെ ദാസനാണ്. എൻ്റെ ഈ മനോരഥത്തെ വിഘ്നം കൂടാതെ നിന്തിരുവടി സഫലമാക്കി തരണേ. ഇപ്രകാരം ക്ലേശത്തോടുകൂടെ പ്രാർത്ഥിച്ച ശേഷം വക്താവിനെ വസ്ത്രം, അലങ്കാരം എന്നിവ കൊണ്ട് ഭൂഷിക്കുകയും പൂജിക്കുകയും ചെയ്ത ശേഷം അവസാനത്തിൽ നമസ്കരിക്കണം. ശുഭരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതൽ കഥാപ്രകാശേനാമതജ്ഞാനം വിനാശയാം. വക്താവിനെ സ്തുതിക്കേണ്ടതായ മന്ത്രം
ഹേ ശ്രീശുഖമൂർത്തെ, ഹേ സർവജ്ഞ സർവശാസ്ത്രവിശാരദ, ഈ കഥയെ പ്രകാശിപ്പിച്ചിട്ട് എൻ്റെ അജ്ഞാനത്തെ നശിപ്പിക്കണമേ. തദഗ്രേ നിയമപശ്ചാൽ കർത്തവ്യശ്രേയസേമുദ സപ്തരാത്രം യഥാശക്തി ധാരണീയസേവഹി. വക്താവ് ആദ്യന്തം നിയമത്തെ അംഗീകരിക്കണം. സന്തോഷപൂർവ്വം അനുഷ്ഠിക്കുന്ന ആ നിയമം ശ്രേയസ്സിനെ സാധിപ്പിക്കും. ഏതുവിധം നിയമം സ്വീകരിച്ചാൽ 7 ദിവസം മുട്ടാതെ നടത്തുവാൻ സാധിക്കുമോ ആ വിധം നിയമത്തെ അംഗീകരിക്കുന്നതാണ് അധികമുത്തമം. എന്തുകൊണ്ടെന്നാൽ ആരംഭിച്ച രീതിയെ മധ്യേ വിച്ഛിത്തി വരുത്തുന്നത് നന്നല്ല. വരണം പഞ്ചവിപ്രാണാം കഥാഭംഗ നിവൃത്തയെ കർത്തവ്യം തൈർഹരേർജാപ്യോ ദ്വാദശാക്ഷവിദ്യയാം. ആരംഭിച്ച കഥാപ്രസംഗം മുടങ്ങാതെ നടക്കുവാൻ ശ്രീഹരിപ്രസാദം ഉണ്ടാകണം. അതിനു വേണ്ടുന്ന ജപം നടത്തുവാനായിട്ട് 5 ബ്രാഹ്മണരെ വരിക്കണം. അവർ ദ്വാദശാക്ഷരം അടങ്ങിയിരിക്കുന്ന മന്ത്രത്താൽ ശ്രീഹരിയെക്കുറിച്ച് ജപിക്കണം. അത് നടത്തേണ്ടതായ ക്രമത്തെ ആചാര്യന്മാരിങ്ങനെ പറഞ്ഞിരിക്കുന്നു. നമ പൂർവം പ്രകർത്തവ്യം പശ്ചാൽ ഭഗവതേ നനു തഥാ ശ്രീ ഋഷിഭി പ്രോക്തം കൃഷ്ണചന്ദ്രായ ഹല്യുതാം. ആദ്യം നമസ്കരിക്കണം, പിന്നെ ഭഗവാനായിക്കൊണ്ട് നമസ്കരിക്കണം, പിന്നെ ശ്രീകൃഷ്ണമൂർത്തിയെ പ്രത്യേകം സങ്കല്പിച്ച് നമസ്കരിക്കണമെന്ന് ഋഷികൾ പറഞ്ഞിരിക്കുന്നു. ഏഷ ശ്രീകൃഷ്ണദേവസ്യ ദ്വാദശാക്ഷരസംജ്ഞക മന്ത്രോ ജപ്യോ മയാ പ്രോക്തോ വിശ്വസ്യോദ്ധരണേ ക്ഷമാ. ദ്വാദശാക്ഷരമന്ത്രസ്യ ഋഷി പ്രോക്തസ്യ നാരദ ഛന്ദോനുഷുച്ച വിജ്ഞേയം കൃഷ്ണോ വൈ ദേവതാ സ്മൃത. ഭഗവാനിതി ബീജം ജാപശക്തിശ്ച ശ്രീരുദാഹൃത. കീലകം ച ശിവി പ്രോക്തം ചന്ദ്രായേതിന സംശയ. പ്രാണായാമാത്രയം കുര്യാൻ മന്ത്രേണാനേന സർവദാ. അങ്കന്യാസാധികം കുര്യാധ്യായൽ ശ്രീകൃഷ്ണമച്യുതം. ശ്രീകൃഷ്ണദേവന്റെ ദ്വാദശാക്ഷരം എന്നു പേരായ ഈ മന്ത്രം എന്നാൽ ജപിക്കപ്പെടുവാൻ യോഗ്യവും ലോകത്തെ സംസാര സമുദ്രത്തിൽ നിന്ന് ഉദ്ധരിപ്പാൻ ശക്തിയുള്ളതുമാകുന്നു. ഈ ദ്വാദശാക്ഷര മന്ത്രത്തിന്റെ ഋഷി നാരദൻ, അനുഷ്ടുപ ഛന്ദസ് ശ്രീകൃഷ്ണൻ ദേവത, ഭഗവാൻ ബീജം, ശ്രീദേവി ശക്തി, ചന്ദ്രായ ഇത് കീലകം. ഈ മന്ത്രം കൊണ്ട് തന്നെ 3 പ്രാവശ്യം പ്രാണായാമം കഴിക്കണം. ഈ മന്ത്രം കൊണ്ട് തന്നെ അംഗന്യാസാദികളെ ചെയ്ത ശേഷം ശ്രീകൃഷ്ണനെ ധ്യാനിക്കണം. ധ്യാന ശ്ലോകം. കൃഷ്ണം ഭാസ്വൽ കിരീടാംഗദവലേകലാ കൽപഹാരോദരാംഘ്രിം ശ്രൗണീഭൂതം സുപക്ഷോ മണിമകരമഹാകുണ്ടലാമുണ്ഡിദാസ്യം ഹസ്തോദ്യച്ഛങ്കചക്രാം ഭുജഗതമമലം പീതകൗശേയവാസം വിദ്യുൽഭാസം സമുദ്യൻ ദിനകരസദൃശം പത്മസംസം നമാമി. ശ്രീകൃഷ്ണനെ ഞാൻ നമസ്കരിക്കുന്നു. എങ്ങനെയിരിക്കുന്ന ശ്രീകൃഷ്ണനെ? കിരീടം, അങ്കദം, വലയം മുതലായ ഭൂഷണങ്ങൾ കൊണ്ട് വിളങ്ങുന്ന കൃഷ്ണനെ, മുത്തുമാല കൊണ്ട് ശോഭിക്കുന്ന ഉദരത്തോടും ശ്രേഷ്ഠമായ കടിപ്രദേശത്തോടും കൗസ്തുഭരത്നത്താൽ അലങ്കരിക്കപ്പെട്ട മാറിടത്തോടും മകരകുണ്ടലങ്ങളാൽ ഏറ്റവും അലങ്കരിക്കപ്പെട്ട മുഖത്തോടും കൈകളിൽ ധരിച്ചിരിക്കുന്ന ശംഖം, ചക്രം, ഗദ, താമര എന്നിവയോടും ധരിച്ചിരിക്കുന്ന മഞ്ഞപ്പൊട്ടോടും മിന്നൽ പ്രഭ പോലെ ശോഭയോടും ഉദിച്ചുവരുന്ന സൂര്യനെ പോലെ പ്രകാശത്തോടും കൂടി പത്മാസനസ്ഥനായിരിക്കുന്ന ശ്രീകൃഷ്ണനെ ഞാൻ നമസ്കരിക്കുന്നു. ഇപ്രകാരം ധ്യാനിച്ച ശേഷം ദ്വാദശാക്ഷര മന്ത്രത്തെ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രത്തെ അതിഭക്തിപൂർവ്വം ധ്യാനിക്കണം എന്നാണ് ജപവിധി. ബ്രാഹ്മണാൻ വൈഷ്ണവാംസാന്യം സദാ കീർത്തനകാരിണ നത്വാ സമ്പൂജ്യത താജ്ഞാ സ്വയമാസനമാവിശൽ. വിഷ്ണുഭക്തന്മാരും ഹരികഥാകീർത്തനം ചെയ്യുന്നവരുമായ മറ്റ് ബ്രാഹ്മണരെയും നമസ്കരിച്ച ശേഷം അവരുടെ അനുജ്ഞയോടുകൂടെ ശ്രോതാവ് തൻ്റെ ആസനത്തിലിരിക്കണം. ലോകവിത്തധനാകാരപുത്രചിന്താം യുധസിജ കഥാചിത്ത ശുദ്ധമതി സലഭേൽ ഫലമുത്തമം. സുഹൃത്തുക്കള് മുതലായ ജനങ്ങള്, സ്വർണം, രത്നം മുതലായ വിത്തം, പശുവാദികളായ ധനം, ഗൃഹം, പുത്രന്മാർ മുതലായവകളെ കുറിച്ചുള്ള ചിന്തയെ ഉപേക്ഷിച്ച് കഥയിൽ തന്നെ മനസ്സിരുത്തണം. രാഗദ്വേഷാദി വൃത്തികൾ മനസ്സിനെ മലിനപ്പെടുത്താതെ ഇരിക്കണം. ഇപ്രകാരം നിഷ്ഠയോടുകൂടെ യാതൊരു ഭാഗവത കഥ കേൾക്കുന്നുവോ അവൻ ഉത്തമ ഫലത്തെ പ്രാപിക്കും. ആസുര്യോദയമാരഭ്യ ത്രിപ്രഹരാന്തകം വാചനീയ കഥാ ധീരകണ്ഠം സുധീമത. വായിപ്പാനുള്ള കാലനിയമം പറയുന്നു. സൂര്യോദയം മുതൽ 3:30 യാമം കഴിയുന്നതുവരെ വായിക്കാം. ശ്രോതാക്കന്മാരെ ആനന്ദിപ്പിക്കുന്ന വിധത്തിൽ സാന്ദ്രമായ സ്വരത്തോടുകൂടെ ബുദ്ധിമാനായ പണ്ഡിതൻ വായിക്കണം. ഉച്ചവും നീചവുമായ സ്വരം സ്വീകാര്യമല്ല. മധ്യമസ്വരം, സാന്ദ്രഗംഭീര ശബ്ദം അംഗീകരിക്കുന്നതാണ്. വക്താവിനും ശ്രോതാക്കൾക്കും സുഖകരമെന്നാണ് ധീരകണ്ഠം എന്ന് ബോധിപ്പിക്കുന്നത്.
കഥാവിരാമ കർത്തവ്യോ മധ്യാഹ്നേ ഘടികാദ്വയം കലകഥാമനുകാര്യം വൈ കീർത്തനം വൈഷ്ണവേ സ്ഥിതാ. മധ്യാഹ്നത്തിൽ 2 നാഴിക നേരം കഥ നിർത്തണം. ആ സമയത്തിൽ വിഷ്ണുഭക്തന്മാരായ ബ്രാഹ്മണർ ഹരികീർത്തനം കൊണ്ട് ശ്രോതാക്കന്മാരെ ആനന്ദിപ്പിക്കണം. മലമൂത്രയജാർദ്ധം ഹി ലഘ്വാഹാര സ്വഭാ ഭവിഷ്യാന്യേന കർത്തവ്യോ ഹി ഏകവാരം കഥാർത്ഥിന. മലമൂത്രാദികളുടെ ബാധ കൂടാതെ കഴിപ്പാൻ ശ്രോതജനങ്ങൾ ലഘുവായ ആഹാരം സ്വീകരിക്കുന്നത് സുഖമായിരിക്കും. അരിയോ ചാമയോ ഏതു ധാന്യമോ സാധാരണ ഭക്ഷിക്കുന്നത് ആ ധാന്യം കൊണ്ടുണ്ടാക്കി ഭഗവാന് നിവേദിച്ച ആഹാരം ഒരു നേരം മാത്രം കഴിക്കുന്നതാണ് നല്ലത്. ഉപോഷ്യ സപ്തരാത്രം വൈ ശക്തിച്ഛേഷനുയാത്തതാ കൃതപാനം പയപ്പാനം കൃത്വാ വൈഷ്ണുയാൽ സുഖം. ശക്തിയുള്ള പക്ഷം 7 ദിവസം ആഹാരം കൂടാതെ തന്നെ കേൾക്കുന്നത് ഉത്തമം. നെയ്യോ പാലോ പാനം ചെയ്യുന്നതിനും വിരോധമില്ല. ഏതു വിധമായാൽ സുഖമായി ശ്രവിപ്പാൻ കഴിയുമോ ആ വിധം ആഹാരത്തെ നിയമിക്കണം. ഫലാഹാരേണ വാ ശ്രാവ്യമേകഭക്തേന വാ പുനാ സുഖസാധ്യം ഭവേദ്യത്തു കർത്തവ്യം ശ്രവണായതൽ. ഫലഭക്ഷണം സ്വീകരിക്കുന്നതും കൊള്ളാം. ഒരു നേരം ഊണു കഴിക്കുന്നതായാലും വിരോധമില്ല. ഏതുവിധം ആഹാരം സ്വീകരിച്ചാൽ സുഖമായിട്ട് കേൾക്കുവാൻ കഴിയുമോ ആ വിധം ആഹാരത്തെ അംഗീകരിക്കാം. പ്രാധാന്യം ശ്രവണത്തിനാകയാൽ ആഹാര നിയമം നിമിത്തം ശ്രവണം മുടങ്ങിപ്പോകാതിരിപ്പാൻ മനസ്സിരുത്തണമെന്ന് സാരം. ഭോജനം ദുവരം മന്യേ കഥാശ്രവണകാരകം നോപവാസോ വരപ്രോക്ത കഥാവിഘ്നഹരോ ഇതി. ഉപവാസം കഥാശ്രമത്തെ വിഘ്നപ്പെടുത്തുമെന്ന് വരുന്ന പക്ഷം കഥാശ്രമത്തെ സാധിപ്പിക്കുന്നതായ ഭോജനം തന്നെ ശ്രേഷ്ഠം. ഉപവാസം ഇരുന്ന് കേൾക്കണമെന്നുള്ള നിർബന്ധം വെക്കണ്ട. കേൾക്കണമെന്ന് മാത്രം നിർബന്ധമുണ്ടാകണം. അത് സാധിപ്പാൻ ഉപകരിക്കുന്ന വിധം ആഹാര നിയമം ഏർപ്പെടുത്തിക്കൊള്ളണമെന്ന് സാരം. സപ്താഹവ്രതിനാം പുംസാം നിയമാധൃണു നാരദ വിഷ്ണുതീർഷാവിഹീനാനാം നാധികാര കഥാശ്രവേ. ഹേ നാരദ, സപ്താഹവ്രതം ആചരിക്കുന്ന ആളുകൾ സ്വീകരിക്കേണ്ടതായ നിയമങ്ങളെ കേൾക്കുക. തന്ത്രോക്ത വിധിപ്രകാരം വിഷ്ണുദീക്ഷ ചെയ്യാത്തവർക്ക് കഥാശ്രവണത്തിന് അധികാരമില്ല. ബ്രഹ്മചര്യമധസുപ്തി പത്രാവല്യാം ച ഭോജനം കഥാസമാപ്തോ ഭുക്തിം ചാക്കുര്യാൻ നിത്യം കഥാപ്രതി. സ്ത്രീ സംയോഗാദികളെ വിട്ടിരിക്കണം. വെറും നിലത്തായിരിക്കണം കിടപ്പ്. ഇലയിൽ ഊണ് കഴിക്കണം. എല്ലാ ദിവസവും കഥാശ്രവണാനന്തരമേ ഭക്ഷണം കഴിക്കാവൂ. ദ്വിതളം മധുതൈലം ച ഗരിഷ്ഠാനം തഥൈവ ച ഭാവദുഷ്ടം പരീക്ഷിതം ജഹ്യാ നിത്യം കഥാപ്രതി. ഉഴുന്ന്, ചെറുപയറ് മുതലായ ധാന്യങ്ങളെയും തേൻ, നല്ലെണ്ണ, ശർക്കര മുതലായവ ചേർത്തുണ്ടാക്കിയ ഗുരുത്വദ്രവ്യങ്ങളെയും ദുഷ്ടമനസ്സുള്ളവർ നൽകുന്ന പദാർത്ഥങ്ങളെയും തലേന്നാൾ പചിച്ചതിനെയും ഉപയോഗിക്കാതിരിക്കണം. വൃന്ദാകം ചകലഞ്ചം ച ദഗ്ധമന്നം മസൂരിക നിഷ്പാവാദ്യാംശം ജൈവാവർജയേദ്യ കഥാപ്രതി. വഴുതിനിങ്ങ, കഞ്ചാവ്, കരിഞ്ഞ പദാർത്ഥം, കൈപ്പയ്ക്ക, അവരയ്ക്ക മുതലായ മാംസം എന്നിവയെ വർജിക്കണം. 47, 48, 49 പദ്യങ്ങൾ മറ്റു പാഠങ്ങളിൽ കാണുന്നില്ല. ഫലാണ്ടും ദംശനം ഹിംഗു മൂലകം വ്യഞ്ജനം തഥാ നാളികാമൂലകൂഷ്മാണ്ഡം നൈവേദ്യാദ്യ കഥാവതി. ചുവന്ന ഉള്ളി, വെളുത്ത ഉള്ളി, കായം, മുള്ളങ്കി, ഉരിങ്ങക്കായ, താമരവലയം, കുമ്പളങ്ങ മുതലായവയെ ഭക്ഷിക്കരുത്. ദിവാജിതം സൂതകാന്നം ലവണം തഥാ മത്സ്യമാംസമജാദുഗ്ധം പല്യോദം ചവർജയൽ. 2 പ്രാവശ്യം ഭജിച്ച സാധനം, പെറ്റ പുല ഉള്ളവരുടെ ഗൃഹത്തിൽ വെച്ചുണ്ടാക്കിയ പദാർത്ഥം, ഉപ്പ്, ഇന്ദുപ്പ്, മത്സ്യം, മാംസം, ആട്ടിൻപാല്, അല്പജലമുള്ള തടാകത്തിലെ വെള്ളം ഇവയെ ഉപേക്ഷിക്കണം. കാമം, ക്രോധം, മതം, മാനം, മത്സരം, ലോഭമേവച ദംഭം, മോഹം തഥാ ദ്വേഷം ദൂരേച്ഛ കഥാവൃതി. കാമക്രോധമത, മാന, മത്സര, ലോഭ, ദംഭ, മോഹ, വേദ്വേഷ ആദി വൃത്തികളെ മനസ്സിൽ നിന്ന് അകറ്റണം. വൈഷ്ണവ വിപ്രാണാം ഗുരുഗോവ്രതിനാം തഥാ ശ്രീരാജമഹതാം നിന്ദാം വർജയേദ്യ കഥാവൃതി. കഥാവ്രതം ദീക്ഷിച്ചിരിക്കുന്ന ആള് വേദങ്ങള്, നാരദാദി വിഷ്ണുഭക്തന്മാര്, ബ്രാഹ്മണര്, ആചാര്യനിലും പശുക്കളിലും ഭക്തിയുള്ളവന്മാരായിരിക്കുന്നവര്, പതിവതാ സ്ത്രീ, പരിപാലനകർത്താവായ രാജാവ്
യോഗ തപപ്രഭാവ നിമിത്തം പൂജ്യന്മാരെന്ന് സുപ്രസിദ്ധന്മാരായ മഹാന്മാർ ഇവരെ അധിക്ഷേപിക്കാതിരിക്കണം. എന്നും അധിക്ഷേപിക്കരുത്. കഥാശ്രവണകാലത്തിൽ ഒട്ടും വയ്യ എന്നാണ് ആശയം. രജസ്വലാന്ത്യമളച്ച പതിതവ്രതകേസ്തദാ ദ്വിജദ്വേദബാഹ്യശനവദേദ്യ കഥാർവതി. കഥാവ്രതം ദീക്ഷിക്കുന്ന ആള് രജസ്വലയായ സ്ത്രീ ചണ്ഡാലാദികള് ഗോബ്രാഹ്മണാദിവധം നിമിത്തം പഠിതന്മാരായവര്, സംസ്കാരഹീനന്മാര്, ബ്രാഹ്മണദ്വേഷികള്, വേദപ്രമാണങ്ങളെ സ്വീകരിക്കാത്ത ജൈനന്മാര് മുതലായവര് ഇവരോട് സംഭാഷണം ചെയ്യരുത്. സത്യം ശൗചം ദയാം മൗനമാർജവം വിനയം തഥാ ഉദാരമാനസം തദ്ദൈവം കുര്യാൽ കഥാവ്രതീ. സത്യമേ പറയാവൂ, ദേഹശുദ്ധി ഉണ്ടായിരിക്കണം, ദുഃഖിതന്മാര് ദയുണ്ടായിരിക്കണം, ആവശ്യത്തിന് മാത്രമേ സംസാരിക്കാവൂ, കപടമുണ്ടായിരിക്കരുത്, വിനയമുണ്ടായിരിക്കണം, മനസ്സിനെ ഉദാരമാക്കണം, ഇതുപോലെയുള്ള മറ്റു സൽഗുണങ്ങളെയും ശീലിക്കണം. ദരിദ്രശ്ചക്ഷയീ രോഗി നിർഭാഗ്യ പാപകർമ്മവാൻ അനപത്യോ മോക്ഷകാമ ശൃണുയാച്ച കഥാമിമാം. വിശേഷിച്ചും കഥാശ്രവണം ചെയ്യേണ്ടവരാരെന്ന് നിർദ്ദേശിക്കുന്നു. ദാരിദ്ര്യ ദുഃഖമുള്ളവര്, ക്ഷയരോഗവാൻ, ഭാഗ്യഹീനൻ, പാപം ചെയ്തിട്ടുള്ളവൻ, സന്താനമില്ലാത്തവൻ, മോക്ഷേച്ഛയുള്ളവൻ, ഇവരെല്ലാം ഈ കഥ കേൾക്കണം. മേൽപ്പറഞ്ഞ ദോഷങ്ങൾക്ക് കഥാശ്രവണം പ്രായശ്ചിത്ത കർമ്മമാകുന്നുവെന്ന് സാരം. അപുഷ്പാകാകവന്ധ്യാച വന്ധ്യാച മൃദർഭക സവൽഗർഭാചയാനാരീ തയാ ശ്രാവ്യ പ്രയത്നതാം. ഏതു തരത്തിലുള്ള സ്ത്രീകളാണ് വിശേഷിച്ചും കഥ കേൾക്കേണ്ടവർ എന്ന് കാണിക്കുന്നു. സമുചിത കാലത്തിൽ ഋതുവാകാത്തവൾ, ഒന്നുമാത്രം പ്രസവിച്ച് പിന്നെ പ്രസവമില്ലാതെ ഇരിക്കുന്നവൾ, പ്രസവം തന്നെ ഇല്ലാത്തവൾ, പെറ്റ കുട്ടികളെല്ലാം മരിക്കുന്നത് കൊണ്ട് ദുഃഖിക്കുന്നവള്, ഗർഭം 2-3 മാസം കഴിഞ്ഞാൽ സ്രവിച്ചു പോകുന്നവള്, ഈ തരത്തിലുള്ള സ്ത്രീകൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കഥാശ്രമ രൂപമായ പ്രായശ്ചിത്തം നടത്തണം. ഏതേന വിധിനാശ്രാവേ തദക്ഷയ്യതരം ഭ്രവേൽ അത്യുത്തമാ കഥാ ദിവ്യാ കൗടിയജ്ഞഫലപ്രദാം. മുകളിൽ പറഞ്ഞ വിധിപ്രകാരം ശ്രവണം സാധിച്ചിരുന്നാൽ അക്ഷയമായ ഫലം ലഭിക്കും. ഈ കഥാശ്രവണം തീർത്ഥസ്നാനം, യോഗാനുഷ്ഠാനം മുതലായ കർമ്മങ്ങളെക്കാൾ എത്രയും ശ്രേഷ്ഠമാകുന്നു. എന്തുകൊണ്ടെന്നാൽ കഥാശ്രവണം കൊണ്ട് കോടിയജ്ഞം ചെയ്താലുണ്ടാകുന്ന ഫലം ലഭിക്കും. ഏവം കൃത്വാ വ്രതവിധിമുദ്യാപനമധാചരേൽ ജന്മാഷ്ടമി വ്രതമിവ കർത്തവ്യം ഫലകാംക്ഷി. എല്ലാ വ്രതങ്ങൾക്കും ഫലസമ്പൂർത്തി ഉണ്ടാകണമെങ്കിൽ ഉദ്യാപനം നടത്തണം. ഈ നിയമാനുസരണം കഥാശ്രവണത്തിനായിട്ട് ചെയ്ത ദീക്ഷയെയും വിധിപ്രകാരം അവസാനിപ്പിക്കണം. കഥാശ്രവണ ഫലത്തെ ആഗ്രഹിക്കുന്നവർ ഈ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി വ്രതത്തെ ഏതുവിധം ആരംഭിച്ച് അവസാനിപ്പിക്കുന്നുവോ ആ വിധം ഭാഗവത കഥാശ്രവണ ദീക്ഷയും ആരംഭിച്ച് അവസാനിപ്പിക്കണം. അകിജ്ജനേഷു ഭക്തേഷു പ്രായോനോദ്യാപനാഗ്രഹം ശ്രവണേനേവ ഭൂതാസ്തേ നിഷ്കാമാവശമായതാ. ഉദ്യാപനവിധി ഗൃഹസ്ഥന്മാരെ ഉദ്ദേശിച്ചു മാത്രം പറഞ്ഞതാണ്. വിരക്തന്മാർക്കത് സംബന്ധിക്കുകയില്ലെന്ന് കാണിക്കുന്നു. ധനാദി വസ്തുക്കളെ ഒന്നും സ്വീകരിക്കാതെ പ്രാരബ്ധത്തെ കഴിച്ചുകൂട്ടുന്ന വിരക്തന്മാരായ ഭക്തന്മാരിൽ വ്രതോദ്യാപനം വരുത്തണമെന്നുള്ള ആഗ്രഹം തന്നെ ഉണ്ടാകുകയില്ല. അവർ കഥാശ്രവണത്താൽ തന്നെ അന്ധക്കരണ പരിശുദ്ധിരൂപമായ മഹാഫലത്തെ പ്രാപിച്ചിരിക്കുന്നു. ഇതര ഫലങ്ങളിൽ ആഗ്രഹമുള്ളവരല്ല വിഷ്ണുഭക്തന്മാർ. അതുകൊണ്ടവർ ഉദ്യാപനം അനുഷ്ഠിക്കേണ്ടതില്ല. ഏവം നാഗാഹയജ്ഞേസ്മിൻ സമാപ്തേ ശ്രോതഭിസ്തദാ പുസ്തകസ്യ ച വക്തുശ്ച പൂജാകാര്യാധിഭക്തിത. ഇപ്രകാരം സപ്താഹയജ്ഞം സമാപ്തമായാൽ കേട്ടവരെല്ലാം യഥാശക്തി ശ്രദ്ധാപൂർവം ശാസ്ത്രത്തെയും വായിച്ചു കേൾപ്പിച്ച ആചാര്യനെയും ഭക്തിയാ പൂജിക്കണം. ധനധാന്യ ഭൂമി ദാനാദികൾ യഥാശക്തി ചെയ്ത് സന്തോഷിപ്പിക്കണം. ഭാഗവതം വായിക്കുന്ന ആചാര്യനിൽ ശ്രീ നാരായണൻ മുതലായ ദേവന്മാർ വസിക്കുന്നു. ആചാര്യൻ വ്യാസരുടെ പ്രതിനിധിയുമാകുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ പൂജിക്കുന്നതുകൊണ്ട് വ്യാസമുനിയും ശ്രീകൃഷ്ണ ഭഗവാനും പ്രസന്നന്മാരാകുന്നുവെന്ന് പത്മപുരാണത്തിൽ വിസ്തരിച്ച് പറഞ്ഞിരിക്കുന്നു. ആ പദ്യങ്ങളെ ഇവിടെ എടുത്തു കാണിക്കാത്തത് ഗ്രന്ഥവിസ്തര ഭയം നിമിത്തമാകുന്നു. പ്രസാദ തുളസീമാലാ ശ്രോതൃഭ്യശ്ച തദീയതാം മൃദംഗതാളലളിതം കർത്തവ്യം കീർത്തനം ദദാം. അനന്തരം ശ്രോതൃജനങ്ങൾക്ക് മോദകം മുതലായ പ്രസാദം, തുളസിമാല മുതലായവയെ നൽകണം. പിന്നെ മൃദംഗം താളം മുതലായവയോടുകൂടെ മനോഹരമാകുമെണ്ണം ഹരികീർത്തനം ചെയ്യണം. ജയശബ്ദം, നമശബ്ദം, ശംഖശബ്ദം ജകാരേൽ പരേഭ്യോ യാചകേഭ്യശ്ച വിത്തമാനം ച ദീയതാം.
ജയ 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 നമോ നമ എന്ന ശബ്ദങ്ങളെയും ശംഖനാദങ്ങളെയും സദസ്യരോട് ചെയ്യുവാൻ പറയണം. ബ്രാഹ്മണർക്കും യാചകർക്കും അന്നം ധനം എന്നിവയെ നൽകണം. വിരക്തശ്ചേൽ ഭവൽ ശ്രോത ഗീതാവാച്യ ഹരി ഹനി ഗൃഹസ്ഥശ്ചേൽ ഹോമ കർത്തവ്യ കർമ്മശാന്തയെ. ശ്രോതാവ് കളത്രാദി വിഷയങ്ങളിൽ ആസക്തിയുള്ളവനല്ലെന്നു വരികിൽ മോക്ഷാർത്ഥിയാണെങ്കിൽ 8ാമത്തെ ദിവസം ഭഗവത്ഗീത വായിക്കണം. കളത്രാദി സഹിതനായിട്ട് ഗൃഹസ്ഥധർമ്മത്തെ സ്വീകരിക്കുന്നവനാണെങ്കിൽ കർമ്മശാന്തിക്കായിക്കൊണ്ട് ഹോമം നടത്തണം. പ്രതിശ്ലോകം ജുഹുയാ ദ്വിധിനാദശമസ്യ പായസം മധുസർപ്പിച്ച തിലാന്നാധിക സംയുതം. വിധിപ്രകാരം ദശമസ്കന്ധത്തിന്റെ ഓരോ ശ്ലോകം ഉദ്ധരിച്ച് ഹോമം നടത്തണം. പായസം, തേന്, നെയ്യ്, തിലോദനം മുതലായവ ഹോമിക്കണം. ഹോമവിധി തന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാകുന്നു. ബ്രഹ്മസ്തുതിം സമുച്ചാര്യ പൂർവാർത്ഥഹവനം ചരേൽ വേദസ്തുതിം പഠിത്വാ ഉത്തരാർത്ഥാഹുതിം ചരേൽ പ്രത്യധ്യായം സമാപ്തോ ച മന്ത്രാഷ്ടകമുദീരേൽ. ബ്രഹ്മസ്തുതിയെ ഉച്ചരിച്ചും കൊണ്ട് പൂർവാർദ്ധഹവനവും വേദസ്തുതിയെ ശ്രുതിഗീത ഉച്ചരിച്ചും കൊണ്ട് ഉത്തരാർദ്ധഹവനവും കഴിക്കണം. പിന്നെയുള്ള ഓരോ അധ്യായങ്ങളും അവസാനിക്കുമ്പോൾ താഴെ പറയുന്ന 8 മന്ത്രങ്ങളെ ഉച്ചരിക്കണം. 1 ഓം വിഷ്ണവേ നമ, 2 ഓം നാരായണായ നമ, 3 ഓം ബ്രഹ്മണേ നമ, 4 ഓം ശിവായ നമ, 5 ഓം വാസുദേവായ നമ, 6 ഓം പ്രദ്യുമ്നായ നമ, 7 ഓം അനിരുദ്ധായ നമ, 8 ഓം സംഘർഷണായ നമ എന്നുച്ചരിച്ചും കൊണ്ട് 8 ആഹുതി നൽകണം. പായസം എന്നാൽ പാലിൽ വേവിച്ച അന്നം, തിലം കറുത്ത എള്ള്. അന്നം എന്നു യവാദി ധാന്യങ്ങളെ ഉദ്ദേശിച്ച് പറഞ്ഞതാകുന്നു. ഈ വക പദാർത്ഥങ്ങളെ ഹോമിക്കണം. അഥവാ ഹവനം കുര്യാൽ ഗായത്ര്യാ സുസമാഹിത തന്മയത്വാൽ പുരാണസ്യ പരമസ്യ തത്വത. ഏകാഗ്രചിത്തനായിട്ട് ഗായത്രി മന്ത്രം കൊണ്ട് ഹോമം ചെയ്താലും മതി. പരമാർത്ഥത്തിൽ പരമോത്കൃഷ്ടമായി ഭാഗവതം ഗായത്രി സ്വരൂപമാകുന്നു. അതുകൊണ്ട് ഗായത്രി മന്ത്രം കൊണ്ടുള്ള ഹോമം ശ്ലാഘ്യം തന്നെ. ഹോമാശക്തോ ബുധോ ഹൗമ്യം ദധ്യാൽ തൽഫലസിദ്ധയെ നാനാജിതനിരോധാർത്ഥം ന്യൂനതാധികദാഘ്യോ ദോഷയോ പ്രാശമാർത്ഥം ച പഠേന്നാമ സഹസ്രകം ഇതനസ്യാൽ സഫലം സർവം നാസ്ത്യസ്മാദധികം യഥാ. ഹോമം കഴിപ്പാൻ ശക്തിയില്ലെന്ന് വരികിൽ വിവേകിയായ വിദ്വാൻ ഹോമഫലം ലഭിപ്പാനായിക്കൊണ്ട് ഹോമയോഗ്യങ്ങളായ പദാർത്ഥങ്ങളെ ദാനം ചെയ്യണം. നാനാവിധങ്ങളായ വിഘ്നങ്ങളും ന്യൂനത, അധികത എന്ന ദോഷങ്ങളും ശമിപ്പാനായിക്കൊണ്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കണം. സഹസ്രനാമ കീർത്തനത്താൽ സർവവും സഫലമായി വരും. ഇതിനേക്കാൾ മീതെ യാതൊരു കർമ്മവുമില്ല. ദാനം ചെയ്യുവാൻ യോഗ്യങ്ങളായ ഹൗമ്യദ്രവ്യങ്ങളെ ആശ്വലായന ശുദ്ധഭാഷ്യത്തിൽ വിവരിച്ചിരിക്കുന്നു. പയോദധിയവാങ്കുശ്ച സർപ്പിരോധനതണ്ടുല സോമോ മാംസം ദധാ തൈരമാപോ ഹവ്യം പ്രകീർത്തനം. പാല്, തൈര്, യവാഗു, കഞ്ഞി, നെയ്യ്, ചോറ്, അരി, സോമലത, മാംസം, എണ്ണ, ജലം ഇവയെല്ലാമാണ് ഹോമം ചെയ്യാൻ യോഗ്യങ്ങളായ പദാർത്ഥങ്ങൾ. ഹോമം ചെയ്യുന്നില്ലെങ്കിൽ ഈ സാധനങ്ങളെ ദാനം ചെയ്യണം. കലിയുഗത്തിൽ മാംസത്തെ നിഷേധിച്ചിരിക്കാൻ അതിന് തുല്യമായ പദാർത്ഥം നൽകണം. പാലും ഉപ്പും കൂടെ ചേർന്നാൽ മാംസതുല്യമായി എന്നും എരുമപ്പാലും ഉഴുന്നും കൂടെ ചേർന്നാൽ മാംസമായെന്നും മതങ്ങളുണ്ട്. സോമോ മാംസം എന്നു തുടങ്ങിയ ഉത്തരാർദ്ധത്തെ തൈലമാപശ്ച സോമശ്ച വ്രീഹയശ്ച യവാസ്തില എന്നാക്കുന്നതാണ് യുക്തമെന്നും ചിലർക്ക് അഭിപ്രായമുണ്ട്. അങ്ങനെയായാൽ മാംസം എന്ന പദം തന്നെ കൂടാതെ കഴിക്കാം. ന്യൂനതാധികത എന്ന ദോഷങ്ങൾ എന്താണെന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. മൂലാർത്ഥത്തെ തികച്ചും പറയാതിരിക്കുന്ന ന്യൂനത, മൂലത്തിലില്ലാത്തതായ അന്യകാര്യങ്ങളെ പ്രസ്താവിക്കുന്ന അധികത. ഇത് രണ്ടും ദോഷമാണെന്ന് പറഞ്ഞിരിക്കയാൽ ഈ ദോഷങ്ങളെ പാടുള്ളയിടത്തോളം ഉണ്ടാക്കാതെ ഇരിക്കണമെന്ന് കൂടെ സൂചിപ്പിച്ചിരിക്കുന്നു. വിഷ്ണു സഹസ്രനാമോച്ചാരണം കൊണ്ട് സർവം സഫലമാകുമെന്ന് കാണിക്കുന്ന പ്രമാണം യസ്യ സ്മൃത്യാച നാമോക്ത്യ തപോയജ്ഞക്രിയാദിഷു ന്യൂനം സമ്പൂർണതാം യാതി സദ്യോ വന്ദേ സമുച്യുതം. യാതൊരുത്തൻ്റെ സ്മരണം കൊണ്ടും നാമകീർത്തനം കൊണ്ടും തപോയജ്ഞക്രിയാദികൾ ന്യൂനങ്ങളായിരുന്നാലും സമ്പൂർണങ്ങളായി ഭവിക്കുന്നുവോ ആ അച്യുതനെ ഞാൻ വന്ദിക്കുന്നു എന്നിങ്ങനെ കാണുന്നതിനാൽ സർവദോഷപരിഹാരത്തിനും സമ്പൂർണ്ണ ഫലപ്രാപ്തിക്കും സഹസ്രനാമോച്ചാരണം ശ്രേഷ്ഠം. 12 ബ്രാഹ്മണാൻ പശ്ചാൽ ഭോജയേൻ മധുപായസേ ദദ്യാൽ സുവർണം ധേനും ജാവൃതപൂർണത്വഹേതവേ. ഹോമാനന്തരം 12 ബ്രാഹ്മണർക്ക്
മൃഷ്ടാന്നം നൽകി സംതൃപ്തി വരുത്തണം. ധനം, പശു എന്നിവയെ കൊടുത്ത് വ്രതസമ്പൂർത്തി വരുത്തണം. ശക്തോപലത്രമിതം സ്വർണസിംഹം നിധായ തത്രാസ്യ പുസ്തകം സ്ഥാപ്യം ലിഖിതം ലളിതാക്ഷരം സംപൂജ്യാവാഹനാദ്യേസ്തതുപചാരി സദക്ഷിണം വസ്ത്രഭൂഷണഗന്ധാദി പൂജിതായ മയാത്മനെ ആചാര്യായ സുദീർഘത്വാ മുക്തസ്യാൽ ഭവബന്ധനേ യം കൃതേ വിധാനേ ച സർവഭാവനിവാരണേ. ഫലദം സ്യാൽ പുരാണം തു ശ്രീമദ്ഭാഗവതം ശുഭം കർമാർത്ഥകാമമോക്ഷാണം സാധനം സ്യാന്ത സംശയ. ധനശക്തിയുണ്ടെന്ന് വരികിൽ 3 ഫലം സ്വർണം കൊണ്ട് സിംഹാസനം നിർമ്മിക്കണം. 16 ഉഴുന്നുമണി തൂക്കമുള്ള സ്വർണത്തെയാണ് സ്വർണം എന്ന് സംജ്ഞ ചെയ്ത് ഫലം സുവർണശ്ചത്വാര എന്ന പ്രമാണപ്രകാരം 64 ഉഴുന്നുമണി തൂക്കം ഒരു ഫലം, അതിനെ 3 ഫലമാകുമ്പോൾ 192 ഉഴുന്നുമണി തൂക്കമുള്ള സ്വർണം കൊണ്ടാണ് സിംഹാസനം നിർമ്മിക്കേണ്ടത്. അതിന്മേൽ ഭംഗിയായി എഴുതിയുണ്ടാക്കിയ ഭാഗവത ഗ്രന്ഥം വയ്ക്കണം. ആവാഹനാദികളായ വിധാനപ്രകാരം ഷോഡശോപാചാരങ്ങളോടുകൂടെ ഗ്രന്ഥപൂജ കഴിക്കണം. വസ്ത്രാലങ്കാര ചന്ദന ലേപനാദികളാൽ അലങ്കരിപ്പിച്ചും ജിതേന്ദ്രനായും ഇരിക്കുന്ന ആചാര്യന് ദക്ഷിണയോടുകൂടെ ആ സിംഹാസന സഹിതം ഗ്രന്ഥദാനം ചെയ്യണം. അപ്രകാരം ദാനം ചെയ്യുന്ന ഉദാരബുദ്ധിമാൻ സംസാരബന്ധങ്ങളിൽ നിന്ന് മുക്തനായി ഭവിക്കും. സർവപാപങ്ങളെയും നശിപ്പിക്കുന്ന മഹാപ്രായശ്ചിത്ത രൂപമായ സപ്താഹയജ്ഞം ഇപ്രകാരം നിർവഹിപ്പിച്ചാൽ ശോഭനമായ ശ്രീമദ് ഭാഗവത ധർമാർത്ഥകാമ മോക്ഷങ്ങളാകുന്ന 4 വിധ പുരുഷാർത്ഥങ്ങളെയും സാധിപ്പിക്കുന്ന സാധനമായിരിക്കും, സംശയമില്ല. കുമാരാവുജു ഇതേ കഥിതം സർവം കിം ഭൂയ ശ്രോതുമിച്ഛതി ശ്രീമദ് ഭാഗവതേനിവ ഭുക്തിമുക്തി കരേസ്ഥിതേ. സനൽകുമാരാദികൾ പറഞ്ഞു, ഹേ നാരദ, ഇപ്രകാരം ഞങ്ങൾ അങ്ങയോട് സപ്താഹയജ്ഞത്തെ സംബന്ധിച്ചത് മുഴുവനും പറഞ്ഞു. ഇനി എന്തു കേൾക്കണമെന്നാണോ ഗ്രഹം? ശ്രീമദ് ഭാഗവതം കൊണ്ടു തന്നെ ഇഹത്തിലും പരത്തിലും ലഭിക്കേണ്ടതായ സുഖങ്ങൾ കയ്യിലിരിക്കുന്നതായിട്ട് ധരിച്ചുകൊള്ളുക. സൂതവാച ഇത്യുക്താദയ മഹാത്മാനാ പ്രോജുർഭാഗവതീം കഥാം സർവാപാപഹരീം പുണ്യം ഭുക്തിമുക്തിപ്രദായിനീം. സൂതം പറഞ്ഞു, ഹേ ശൗനക, ഇപ്രകാരം മഹാത്മാക്കളായ അവർ സർവപാപങ്ങളെ നശിപ്പിക്കുന്നതും പുണ്യത്തെ വർദ്ധിപ്പിക്കുന്നതും ഇഹപര സുഖങ്ങളെ നൽകുന്നതുമായ ഭാഗവത കഥയെ നാരദമുനിയോട് പറഞ്ഞു. ശൃണുതാം സർവഭൂതാനാം സപ്താഹം നിയമാത്മനാം യഥാവിധി തതോ ദേവം ദുഷ്ടഭോ പുരുഷോത്തമം. മനസ്സിനെ വലതിക്കിലും സഞ്ചരിപ്പിക്കാതെ ഏകത്ര നിർത്തി സപ്താഹപാരായണം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനങ്ങളെയും ഇപ്രകാരം അതിൻ്റെ മഹാത്മ്യത്തെ ധരിപ്പിച്ച ശേഷം പുരുഷോത്തമനായ ശ്രീകൃഷ്ണനെക്കുറിച്ച് സ്തോത്രം ചെയ്തു. തദന്തേ ജ്ഞാനവൈരാഗ്യഭക്തീനാം പുഷ്ടതാപരാ താരുണ്യം പരമം ചാഭുൽ സർവഭൂതമനോഹരം. അതിൻ്റെ അവസാനത്തിൽ ജ്ഞാനം, വൈരാഗ്യം, ഭക്തി എന്ന 3 പേർക്കും പരമപുഷ്ടിയും സർവപ്രാണികളുടെ മനസ്സിനെയും ആനന്ദിപ്പിക്കുവാൻ മതിയായ പരമയൗവനവും ലഭിച്ചു. നാരദശ്ച കൃതാർദ്ധോഹുൽ സിദ്ധേ സ്വീയേ മനോരഥേ പുളകീകൃത സർവാംഗ പരമാനന്ദ സംഭൃത. നാരദരും മനോരഥം സാധിച്ചതിനാൽ കൃതാർത്ഥനും സർവാംഗത്തിലും രോമാഞ്ചത്താൽ വ്യാപിക്കപ്പെട്ടനും പരമാനന്ദ പരിപൂർണനുമായി ഭവിച്ചു. യവം കഥാം സമാകർണ്യ നാരദോ ഭഗവത്പ്രിയ പ്രേമകൽഗതയാ വാചാതാനുവാച കൃതാഞ്ജലി. ഭഗവത്പ്രിയനായ നാരദർ ഇപ്രകാരമുള്ള കഥയെ സാദരം കേട്ട ശേഷം ഭക്തി നിമിത്തം തൊണ്ട ഇടറി പുറപ്പെടുന്ന വാക്കുകളുടെ അഞ്ജലിബദ്ധം ചെയ്തുകൊണ്ട് അവരോട് പറഞ്ഞു. നാരദ ഉവാച ധന്യോസ്മി അനുഗൃഹീതോസ്മി ഭവദ്ഭി കരുണാപരേ അദ്യമേ ഭഗവാൻ ലബ്ധ സർവപാപഹരോ ഹരി. നാരദർ പറഞ്ഞു, കരുണാലുക്കളായ നിങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ടതുകൊണ്ട് ഞാൻ ധന്യനായി. സർവപാപങ്ങളെയും നശിപ്പിക്കുന്ന ശ്രീഹരിയെ ഇപ്പോൾ എനിക്ക് ലഭിച്ചു. ശ്രവണം സർവധർമ്മേഭ്യോ പരം മന്യേ തപോധന വൈകുണ്ഠസ്ഥോ യഥ കൃഷ്ണ ശ്രവണാദ്യസ്യ ലഭ്യതേ. ഹേ തപോധനന്മാരെ, ഭാഗവത കഥാശ്രവണം സർവധർമ്മങ്ങളിൽ വെച്ചും ശ്രേഷ്ഠമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഭാഗവത ശ്രവണം കൊണ്ട് തന്നെ വൈകുണ്ഠവാസിയായ ശ്രീകൃഷ്ണനെ പ്രാപിക്കാം. സൂതവാച എവം ബ്രുവന്തി വൈ തത്ര നാരദേ വൈഷ്ണവോത്തമേ പരിഭ്രമൻ സമായാതാശുഖോ യോഗേശ്വരസ്തദാ. സൂതൻ പറഞ്ഞു, വിഷ്ണുഭക്തന്മാരിൽ വെച്ചുത്തമനായ നാരദർ ഇപ്രകാരം പറയുമ്പോഴേക്ക് 4 പാടും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന യോഗേശ്വരനായ ശുഗമുനി അവിടെ വന്നു. തത്രായോ ഷോഡശവാർഷിക സദാ വ്യാസാത്മജോ ജ്ഞാനമഹാബ്ധിചന്ദ്രമാ കഥാവസാനേ ലാഭപൂർണ പ്രേംണാ പഠൻ ഭാഗവതം ശനൈശനേ. യോഗമാഹാത്മ്യ നിമിത്തം എപ്പോഴും 16 വയസ്സാണെന്ന് തോന്നിക്കുന്ന
മനോഹരാകൃതിയോടു കൂടിയവനും ജ്ഞാനമാകുന്ന മഹാസമുദ്രത്തെ പുഷ്ടിപ്പെടുത്തുന്ന ചന്ദ്രനും ആത്മാനന്ദത്തിനാൽ നൃത്യപുതനുമായ വ്യാസപുത്രൻ കഥാവസാനത്തിൽ പ്രേമാധിക്യ നിമിത്തം ഭാഗവതത്തെ മന്ദമന്ദം ഉച്ചരിച്ചും കൊണ്ട് അവിടെ ആഗമിച്ചു. ദൃഷ്ട്വാ സദസ്യ പരമോരു തേജസം സദ്യപ്രസമുദ്ധായ ദുർമഹാനസനം പ്രീത്യാസുരശ്രീസ്തമപൂജയിൽ സുഖം സിതോപതൽ സംശൃണുതാമലംഗിരം. പരമോത്കൃഷ്ടവും മഹത്വമായ തേജസ്സോടുകൂടിയ ശ്രീ സുഖമുനിയെ കണ്ടിട്ട് സദസ്സിലുള്ളവർ പെട്ടെന്ന് ആസനങ്ങളിൽ നിന്ന് എഴുന്നേറ്റു. സർവോത്തമമായ ആസനം നൽകി പ്രീതിപൂർവം ദേവർഷിയായ നാരദർ പൂജിച്ചു. സുഖമാകും വണ്ണം അതിന്മേലിരുന്ന സുഖമുനി അവരോട് പറഞ്ഞ പരിശുദ്ധയായ വാക്കിനെ നിങ്ങൾ കേൾക്കുവിൻ. ശ്രീ സുഖ ഉവാച നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാതമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭൂവിഭാവുകാം. ശ്രീശുകർ അരുളി ചെയ്തു, വേദമാകുന്ന കൽപ്പവൃക്ഷത്തിൽ നിന്ന് പുറപ്പെട്ട് ശ്രീ സുഖമുഖത്തിൽ നിന്നൊഴുകിയതും അമൃതദ്രവത്തോട് ചേർന്നതും മോക്ഷത്തെ ദാനം ചെയ്യുന്നതും കളയത്തക്ക അംശമൊന്നുമില്ലാത്തതുകൊണ്ട് രസം തന്നെ സ്വരൂപത്തെ ധരിച്ചതുമായ ഭാഗവതത്തെ ഹേ ഭൂമിയിൽ പരമഭാഗ്യവന്മാരായ രസികന്മാരെ നിങ്ങൾ മോക്ഷം പ്രാപിക്കുന്നതുവരെ പാനം ചെയ്യുവിൻ. ധർമ്മപ്രോജിതകൈത്രോത്തരമോ നിർമ്മലസരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തുശിവതം താപത്രയോന്മൂലനം. ശ്രീമൽ ഭാഗവതേ മഹാമ്യുതേ കിം വാ പരേരീശ്വര ഹസ്ദ്യോ ഹൃദ്യവൃദ്ധിശുശ്രൂഷിത്തൽക്ഷണാൽ കർമ്മഭക്തിജ്ഞാനഭേദാദ്വൈതാകാണ്ഡത്രയാത്മകാം തേഭ്യശ്രേഷ്ഠതരാജയം സുഖമോക്ഷപ്രദായിനി. കർമ്മം, ഭക്തി, ജ്ഞാനം എന്ന 3 ഭാഗങ്ങളെ വെവ്വേറെ കാട്ടുന്നത് കൊണ്ട് വേദങ്ങൾ കാണ്ഡത്രയങ്ങൾ അടങ്ങിയവയാകുന്നു. സുഖേന മോക്ഷമാർഗത്തെ ഉപദേശിക്കുന്ന ഈ ഭാഗവത സംഹിതയാകട്ടെ കാണ്ഡത്രയങ്ങൾ അടങ്ങിയ വേദങ്ങളെക്കാൾ ശ്രേഷ്ഠയാണെന്ന് കാണിക്കുന്നു. മാത്സര്യാദി ദോഷവൃത്തികൾ നിശേഷം നശിച്ചിരിക്കുന്ന സജ്ജനങ്ങൾ പരമോത്കൃഷ്ടത്വേന സ്വീകരിച്ചിരിക്കുന്ന സത്യധർമ്മസ്വരൂപത്തെ ഇതിൽ സ്പഷ്ടമാക്കിയിരിക്കുന്നു. ആധ്യാത്മികം, ആധിദൈവികം, ആധിഭൗതികം എന്നു പേരുള്ള 3 വിധ താപങ്ങളെ വേരോടുകൂടെ നശിപ്പിക്കുന്നതും മനുഷ്യജന്മമെടുത്തവർ അവശ്യം അറിയേണ്ടതും പരമകല്യാണത്തെ നൽകുന്നതുമായ സത്യവസ്തു ഇന്നതാണെന്ന് ഇതിൽ സ്വരൂപ നിർണയം ചെയ്തിരിക്കുന്നു. മഹാമുനിയായ ശ്രീ വേദവ്യാസരാൽ നിർമ്മിക്കപ്പെട്ട ശ്രീമദ് ഭാഗവതത്തെ കേൾപ്പാൻ ആഗ്രഹമുള്ള വിദ്വാൻമാരുടെ ഹൃദയത്തിൽ സർവാന്തര്യാമിയായ ഈശ്വരൻ അവർക്ക് അനുഭവാനന്ദ സ്വരൂപനായിട്ട് തൽക്ഷണം വിളങ്ങുന്നു. അതിനാൽ അവരെ ഗ്രന്ഥങ്ങളെ പിന്നെ എന്തിനായിട്ട് സ്വീകരിക്കണം? ആവശ്യമില്ല. പരമപുരുഷാർത്ഥ പ്രാപ്തിക്ക് സമുചിത മാർഗം ഭാഗവത സമാശ്രയം ഒന്നു തന്നെയാണെന്ന് സാരം. ശ്രീമദ് ഭാഗവതം പുരാണ തിലകം യദ്വൈഷ്ണവാനാം ധനം യസ്മിൻ പരഹംസേവമലം ജ്ഞാനം പരം ഗീയതേ തദ്ജ്ഞാനുരാഗഭക്തിസഹിതം നൈഷ്കരം ആവിഷ്കൃതം തച്ഛൃണ്വൻ പ്രപഠൻ വിചാരണപരോ ഭക്തിയാഭുച്യന്നരാം. ശ്രീമദ് ഭാഗവതം സകല പുരാണങ്ങളിലും വെച്ച് ഉത്കൃഷ്ടമാകുന്നു. അതുമാത്രമാണ് വൈഷ്ണവന്മാർക്കുള്ള മുഖ്യധനം. യാതൊന്നിൽ പരമഹംസന്മാരെ യോഗികൾ അനുഭവിച്ചറിയുന്നതായ ബ്രഹ്മാത്മീക ജ്ഞാനം സ്പഷ്ടമായി കീർത്തിക്കപ്പെട്ടിരിക്കുന്നു. ജ്ഞാനം, വൈരാഗ്യം, ഭക്തി എന്നിവയോടുകൂടെ ചെയ്യപ്പെടുന്ന കർമ്മം രണ്ടാമത് ജന്മ മരണാദി സംസാരകർമ്മങ്ങളെ ജനിപ്പിക്കുന്നതിനുള്ള പരമാർത്ഥ സംഗതിയെ ഇതിൽ പ്രകാശിപ്പിച്ചിരിക്കുന്നു. അപ്രകാരം ഇരിക്കുന്ന ഭാഗവതത്തെ കേൾക്കുക, കീർത്തിക്കുക, അർത്ഥവിചാരം ചെയ്യുക എന്നിവയിൽ തന്നെ മനസ്സിരുത്തുന്ന പുരുഷന് നിർമ്മലയായ ഭഗവത് ഭക്തിയും തദ്വാര മോക്ഷവും ലഭിക്കും നിശ്ചയം. സ്വർഗേ സത്യേജ കൈലാസേ വൈകുണ്ഠേ നാസ്തിയന്ത്രസ അതപിപത സൽഭാഗ്യാമാമുഞ്ചതർഹിജിൽ. സ്വർഗത്തിലും സത്യലോകത്തിലും കൈലാസത്തിലും വൈകുണ്ഠത്തിലും ഈ കഥാരസം ലഭിക്കുകയില്ല. അതുകൊണ്ട് മഹാശോഭന ഭാഗ്യശാലികളെ, നിങ്ങൾ ഈ രസത്തെ ദുർലഭാമൃതത്തെ പാനം ചെയ്യുവിൻ, ഒരു കാലത്തും ഉപേക്ഷിക്കാതിരിപ്പിൻ. സൂതവാച യവം ബ്രുവാണേ സതിബാധരായണോ മധ്യേ സഭായാം ഹരിവിരാവിരാസിൽ പ്രഹ്ലാദവല്യുദ്ധവ ഭാൽഗുനാദിഭിർ വൃതസുരർഷിസ്തമപൂജേച്ചതാൻ. സൂതം പറഞ്ഞു, വ്യാസപുത്രനായ ശ്രീശുഖമുനി ഇപ്രകാരം അരുളി ചെയ്യുമ്പോൾ സഭാമധ്യത്തിൽ ശ്രീഹരി ആവിർഭവിച്ചു. പ്രഹ്ലാദൻ, മഹാബലി, ഉദ്ധവർ, അർജുനൻ മുതലായ ഭക്തോത്തമന്മാരും ഭഗവാനോടു കൂടെ ഉണ്ടായിരുന്നു. ദേവർഷിയായ ശ്രീനാരദർ ഭഗവാനെയും അനുചരന്മാരെയും പൂജിച്ചു. ദൃഷ്ട്വാ പ്രസന്നം
ദൃഷ്ട്വാ പ്രസന്നം മഹദാസനേ ഹരിം തേ ചക്രിരേ കീർത്തനമഗ്രതസ്തദാം ഭവോ ഭവാന്യാ കമലാസനസ്തു തത്രാഗമൽ കീർത്തന ദർശനായാം. മഹത്തമായ ആസനത്തിൽ ഭഗവാൻ ഇരുന്നു. പ്രസന്നനായ ഭഗവാന്റെ മുൻഭാഗത്തു നിന്ന് പ്രഹ്ലാദാദി ഭക്തന്മാർ സ്തുതിച്ചു. ശ്രീ ശിവൻ പാർവതീദേവിയോടുകൂടെ അവിടെ ആഗമിച്ചു. ബ്രഹ്മാവും വന്നു. ഭഗവാനെ കീർത്തനം ചെയ്യുവാനും ദർശിപ്പാനുമായിട്ടു തന്നെയാണ് അവരും അവിടെ വന്നിരിക്കുന്നത്. പ്രഹ്ലാദസ്ഥാളധാരി തരളഗതിതയാ ചോദ്ധവകാംസ്യധാരി വീണാധാരി സ്വരകുശലതയാ രാഗകർത്താർജുനോ ഭുൽ ഇന്ദ്രോവാദീൻ മൃദംഗം ജയ ജയ സുഗരാ കീർത്തനേതേ കുമാരാ യത്രാഗ്രേ ഭാവവക്ത രസവിരചനയാ വ്യാസപുത്രോ ബഭൂവ. ഈ സദസ്സിൽ നടത്തുന്ന ഹരിഭജനത്തിൽ ആരാർ ഏതേതു വിഷയങ്ങളെ അംഗീകരിച്ചുവെന്ന് കാണിക്കുന്നു. പ്രഹ്ലാദൻ താളം പിടിച്ചു. ഉദ്ധവർ തരളഗതിയിൽ ചതുരനായതുകൊണ്ട് ചേർമംഗലം പിടിച്ചു. നാരദർ വീണ വായിച്ചു. സ്വരാരോഹണാവരോഹണ ക്രമത്തിൽ സമർത്ഥനായതുകൊണ്ട് അർജുനൻ രാഗാലാപം ചെയ്തു. ഇന്ദ്രൻ മൃദംഗം വായിച്ചു. സനകാദികൾ ജയ ജയ ശബ്ദം ഉച്ചത്തിൽ ഉച്ചരിച്ചു. ഇവരുടെയെല്ലാം മുമ്പാകെ ശൃംഗാരഭക്തി ഭയാദികളായ 10 വിധ രസങ്ങളെയും അതാതു ഘട്ടങ്ങളിൽ പ്രകാശിപ്പിച്ചും കൊണ്ട് ഭാവം പറയുന്ന വിഷയത്തിൽ വ്യാസപുത്രനായ ശ്രീശുകരും ഏർപ്പെട്ടു. ശാന്തി 10ാമത്തെ രസം. നനർത്ഥമധ്യേ ത്രികമേവ തത്ര ഭക്ത്യാദികാനാം നരവത്സുതേജസാം അലൗകികം കീർത്തനമേതദീക്ഷ്യ ഹരിപ്രസന്നോ വജോബ്രവിത്തൽ. അത്യന്തം ശോഭയോടുകൂടിയ ഭക്തി, ജ്ഞാനം, വൈരാഗ്യം എന്ന 3 പേരും ദിവ്യരൂപധരന്മാരായിട്ട് ആ സദസ്സിൽ നടന്മാരെന്ന പോലെ നടനം ചെയ്തു. ദിവ്യമായ ഈ കീർത്തന നർത്തനാദികളെ കണ്ടിട്ട് പ്രസന്നനായ ശ്രീഹരി ഇപ്രകാരമുള്ള വചസ്സിനെ പറഞ്ഞു. മത്തോവരം ഭാഗവതാവൃണുധ്വം പ്രീതകഥാകീർത്തനദോസ്മി സാമ്പ്രതം ശ്രുത്വേതി തദ്വാകമിതി പ്രസന്ന പ്രേമാദ്രജിത്ത ഹരിമൂചിരേതേ. ഹേ ഭഗവത് ഭക്തന്മാരെ, എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന വരം പ്രാർത്ഥിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ചെയ്ത കഥാകീർത്തന നിമിത്തം ഞാനിപ്പോൾ സന്തുഷ്ടനായിരിക്കുന്നു. ഇപ്രകാരം ശ്രീഹരി പറഞ്ഞതിനെ കേട്ടിട്ട് പരമസന്തുഷ്ടന്മാരായ പ്രഹ്ലാദാദികൾ പറഞ്ഞു. നഗാഹ ഗാഥാസു ച സർവഭക്തേരേഭിസ്ത്വയാ ഭാവിമതി പ്രയത്നല്ല മനോരഥോയം പരിപൂരണീയസ്തേരി ചോക്താന്തർധീയതച്യുതാം. സപ്താഹതാശ്രമത്തിൽ തൽപരന്മാരായി ഈ എല്ലാ ഭക്തന്മാരോടും നിന്ദിവടി ചേർന്ന് വസിക്കണം. ഞങ്ങളുടെ ഈ മനോരഥത്തെ സഫലമാക്കണം എന്ന് പറഞ്ഞപ്പോൾ അപ്രകാരമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ പറഞ്ഞു. തതോനമത്തച്ചനേഷു നാരദസ്തഥാശുഗാദീനപി താപസാംശ്ച അധ പ്രഹൃഷ്ടാ പരിനഷ്ടമോഹാ സർവേയു പീയതകഥാമൃതസ്തേ. അനന്തരം നാരദർ അവരുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. അപ്രകാരം ശുഗാദികളായ താപസന്മാരെയും വന്ദിച്ചു. പിന്നെ അമൃതതുല്യമായ ഭാഗവത കഥയെ പാനം ചെയ്ത് അവരെല്ലാവരും അജ്ഞാനം നശിച്ചതിനാൽ ആനന്ദയുക്തമായ അന്തരംഗത്തോടു കൂടി അവരായിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഭക്തിസുതാഭ്യാം സഹരക്ഷിതാസ ശാസ്ത്രേ സ്വകീയപി തഥാ ശുഗേന അതോ ഹരിർ ഭാഗവതസ്യ സേവനാചിത്തം സമായാതി വൈഷ്ണവാനാം. ശ്രീ ശുഗമുനി സ്വകീയശാസ്ത്രമായ ശ്രീമദ് ഭാഗവതത്തിൽ ജ്ഞാനവൈരാഗ്യസഹിതമായ ഭക്തിയെ നിർബാധമായി ഇരുത്തി സംരക്ഷിച്ചു. അതുകൊണ്ട് ഭാഗവതത്തെ നിരന്തരം സേവിക്കുന്ന വിഷ്ണുഭക്തന്മാരുടെ ഹൃദയത്തിൽ നിന്ന് വിട്ടുപിരിയാതെ ശ്രീഹരി വസിക്കും. ദാരിദ്ര്യദുഃഖജുരദാഹിതാനാം മായാഭിഷാചിപരിമർദിതാനാം സംസാരസിന്ധോ പരിപാദിതാനാം ക്ഷേമായ വൈ ഭാഗവതം പ്രഗർജതി. നിർധനത്വ രോഗബാധാദികൾ നിമിത്തമുണ്ടാകുന്ന ദുഃഖം, ജ്വരം എന്നിവയാൽ ദഹിപ്പിക്കപ്പെടുന്നവരെയും മായയാകുന്ന പിശാചിയാൽ 4 ഭാഗത്തു നിന്നും പീഡിപ്പിക്കുന്നവരുടെയും ജരാമരണാദി രൂപത്തോടു കൂടിയ സംസാര സമുദ്രത്തിൽ മുങ്ങിയും പൊങ്ങിയും ക്ലേശമനുഭവിക്കുന്നവരുടെയും ക്ഷേമത്തിനായിക്കൊണ്ട് ഞാൻ മാത്രം മതിയെന്ന് ശ്രീമദ് ഭാഗവതം ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു. ശൗനകവാച ശുകനോക്തം കഥാ രാജ്ഞേ ഗോകർണേന കഥാ പുനാ സുരക്ഷയെ കഥാ വിഭ്രാമ്യേ ചിന്തിമേ സംശയം ദിനമം. ശൗനകൻ പറഞ്ഞു,
ഹേ സൂത, ശ്രീശുകൻ പരീക്ഷിതു രാജാവിനും ഗോകർണൻ ദുന്ധുകാരിയുടെ പ്രേതത്വമോചനത്തിനായിക്കൊണ്ടും ബ്രഹ്മപുത്രന്മാരായ സനകാദികൾ ദേവർഷിയായ നാരദനായിക്കൊണ്ടും ഏതേതു കാലത്താണ് സപ്താഹയജ്ഞം നടത്തിയത്? ഈ സംശയത്തെ അങ്ങ് തീർത്തു തരണം. സൂത ഉവാചാം ആ കൃഷ്ണ ദീർഘമാലത്തിനും സദ്ദുഷാധികതേ കലോ മീതോപസ്യേജ കഥാരം ശുഖോ കരോല്ല. സൂതം പറഞ്ഞു, ശ്രീകൃഷ്ണ ഭഗവാൻ ഭൂമിയിൽ നിന്ന് നിർഗമിച്ച ശേഷം കലിവർഷം 30-ാമതിൽ കന്നിമാസം ശുക്ലനവമി ദിവസം മുതൽക്ക് ശ്രീശുഖമുനി പരീക്ഷിത്തിനായിട്ട് ഉപദേശിച്ചു. പരീക്ഷിശ്രവണാന്തേജ കലോ വർഷശതദ്വയേ ശുദ്ധേശുജോ നവമ്യാഞ്ചാധീനുജോ കഥേൽ കഥാം. പരീക്ഷിത്തിന്റെ കഥാശ്രവണാവസാനത്തിന് ശേഷം കലിവർഷം 200 കഴിഞ്ഞപ്പോൾ കർക്കടക മാസത്തിൽ ശുക്ലനവമി മുതൽ ഗോകർണൻ സപ്താഹകഥ നടത്തി. തസ്മാദപി കലോ പ്രാത്തെ തിരിശദ്വംശതേ സതി ഊചുരുർജയസിദ്ധേ പക്ഷേ നവമ്യാം ബ്രഹ്മണസുത. ഇതിനുശേഷം കലിവർഷം 30 കഴിഞ്ഞപ്പോൾ ബ്രഹ്മപുത്രന്മാർ കാർത്തിക മാസം ശുക്ലപക്ഷനവമിയിൽ കഥ പറഞ്ഞു. ഇത്യേതത്തെ സമാഖ്യാതം യൽപൃഷ്ടോഹം ത്വയാനഘ കലോ ഭാഗവതി വാർത്താ ഭവരോഗവിനാശിനി. ഹേ പരിശുദ്ധനായ ശൗനക, അങ്ങ് ചെയ്ത ചോദ്യത്തിനുത്തരം ഈ വിധം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കലിയുഗത്തിൽ ഭഗവത് കഥാപ്രസംഗം സംസാര രോഗത്തെ നശിപ്പിക്കുന്ന സിദ്ധൌഷധമാകുന്നു. കൃഷ്ണപ്രിയം സകല കശ്മലനാശനം ജാമുക്തിയേകഹേതുമിവ ഭക്തിവിലാസകാരി. സന്തകഥാനകമിതം വിവധാരതേന ലോകേ ഹി പരിശീലന സേവയാക്കിം. ഹേ സജ്ജനങ്ങളെ, ഈ ഭാഗവത കഥാമൃതത്തെ ആദരപൂർവം ആസ്വദിക്കുവിൻ. ഭക്തിയെ പ്രോജ്വലിപ്പിക്കുന്ന ഈ കഥ മുക്തിക്ക് മുഖ്യ കാരണമാകുന്നു. സകല പാപങ്ങളെയും ഇത് നശിപ്പിക്കും. ശ്രീകൃഷ്ണപ്രീതിയെ ജനിപ്പിക്കും. ലോകത്തിൽ പല ദുഃഖങ്ങൾക്കും കാരണമായിരിക്കുന്ന അർത്ഥാദികളെ സമ്പാദിക്കുന്നതിനായി നിരന്തരം ചെയ്യുന്ന യത്നത്താൽ എന്തു ഫലമാണ് ലഭിക്കാനുള്ളത്? നിസ്സാരങ്ങളായ അർത്ഥാദികളിലുള്ള ചിന്തയെ വെടിഞ്ഞ് ശ്രീമദ് ഭാഗവതത്തെ സാദരം സേവിക്കുവിൻ. സ്വപുരുഷമഭിവീക്ഷ്യ പാശഹസ്തം വദതീയമഖില തസ്യ കർണമൂലെ പരിഹര ഭഗവത് കഥാസുമത്താൻ പ്രഭുരഹമന്യനിറാംന വൈഷ്ണവാനാം. പാശം കയ്യിലെടുത്തു പിടിച്ചിരിക്കുന്ന ഭൃത്യനെ നോക്കിയിട്ട് യമൻ ഭൃത്യന്റെ കർണമൂലത്തിൽ ഉപദേശിക്കുന്നു. ശ്രീ ഹരികഥയിൽ ആനന്ദിച്ചിരിക്കുന്നവരുടെ അരികത്ത് നീ പോകരുത്. ഭഗവത് കഥാസക്തന്മാരിൽ എനിക്ക് അധികാരമില്ല. അവരെ ഒഴിച്ചുള്ള മനുഷ്യരിൽ മാത്രമേ എനിക്ക് അധികാരമുള്ളൂ. അതിനാൽ വൈഷ്ണവന്മാരുടെ സന്നിധിയിൽ പ്രവേശിക്കാതിരിക്കണമെന്ന സംഗതി ഓർമ്മയിലിരിക്കട്ടെ. അസാരേ സംസാരേ വിഷവേ സംഗാകുലധിയ ക്ഷണാർത്ഥം ക്ഷേമാർത്ഥം പിബത സുഖഗാധാതുലസുധാം. കിമർത്ഥം വ്യർത്ഥം ഭോ വർജത കുപഥേ കുൽസിത കഥേ പരീക്ഷിൽ സാക്ഷീയശ്രവണം ഗതമുക്തികഥനേ. സാരഹീനമായ സംസാരത്തിൽ വിഷയങ്ങളാകുന്ന വിഷങ്ങളുടെ വ്യാപ്തി നിമിത്തം ക്ലേശിക്കുന്ന ബുദ്ധിവൃത്തികളോടുകൂടിയ ജനങ്ങളെ, നിങ്ങൾ അല്പസമയമെങ്കിലും ശ്രീശുഖമുനിയാൽ ഗാനം ചെയ്യപ്പെട്ടതും അമൃതത്തേക്കാൾ ആസ്വാദ്യവുമായ ഭാഗവതശാസ്ത്ര സാരത്തെ സേവിക്കുവാൻ അത് നിങ്ങൾക്ക് പരമശ്രേയസിനെ നൽകും. കുൽസിത കഥകൾ കൊണ്ട് വ്യാമോഹിപ്പിക്കുന്ന കുൽസിത ഗ്രന്ഥങ്ങളിൽ പരിഭ്രമിക്കേണ്ട. അതുകൊണ്ട് ഫലമൊന്നും ലഭിക്കുകയില്ല. ഭാഗവതശ്രവണത്താൽ മുക്തി ലഭിക്കുമെന്ന് പറയുന്നതിനെ ദൃഷ്ടാന്തപ്പെടുത്തി കാട്ടിത്തരുന്ന പരീക്ഷിത് മഹാരാജാവ് തന്നെ ഇതിൽ സാക്ഷി. രസപ്രവാഹ സംസ്ഥേന ശ്രീശുഖേനീരിതാഗത കണ്ഠേ സമ്പദ്ധ്യതയേന സവൈകുണ്ഠ പ്രഭുർഭയിൽ. ബ്രഹ്മാനന്ദ പ്രവാഹത്തിന്റെ ഒഴുക്കിൽ സ്ഥിരനായിരിക്കുന്ന ശ്രീശുഖമുനിയാൽ കെത്തിയിക്കപ്പെട്ട കഥയെ യാതൊരുവൻ കണ്ഠത്തിൽ നിന്ന് വിടാതെ ഇരിക്കുന്നുവോ അവൻ വൈകുണ്ഠത്തിൽ പ്രഭുവായി ഭവിക്കും. ഇതിച പരമഗുഹ്യം സർവസിദ്ധാന്തസിദ്ധം സപതി നിഗദിതന്തേ ശാസ്ത്രപുഞ്ചം വിലോക്യ ജഗതി സുഖകഥാതോ നിർമ്മലം നാസ്തി കിഞ്ചിൽ പിബ പരസുഖഹേതോർദ്വാദശസ്കന്ധസാരം. ഇപ്രകാരം പരമരഹസ്യവും സർവസിദ്ധാന്തങ്ങളുടെ പരീക്ഷണത്തിൽ നിന്ന് സിദ്ധിച്ചതായ പരമസിദ്ധാന്തവുമായ ശാസ്ത്രത്തെ അങ്ങയോട് പറഞ്ഞു. സകല ശാസ്ത്രവും പരിശോധിച്ചു നോക്കിയപ്പോൾ സുഖശാസ്ത്രത്തെക്കാൾ കളങ്കരഹിതമായ മറ്റൊരു ശാസ്ത്രവും ജഗത്തിലില്ലെന്ന് കണ്ടിരിക്കുന്നു. പരമസുഖലാഭത്തിനായിക്കൊണ്ട് 12 സ്കന്ധങ്ങൾ അടങ്ങിയിരിക്കുന്ന സാരത്തെ ആസ്വദിച്ചു കൊള്ളുക.
ഏതാം യോ നിയതതയാ ശൃണോതി ഭക്ത്യാ യാശ്ചൈനാം കഥയതി ശുദ്ധവൈഷ്ണവാഗ്രേ തോ സമ്യഗ്വിധി കരണാൽഫലം ലഭേതാത് യാഥാർത്ഥ്യാന്നഹി ഭുവനേ കിമപ്യസാധ്യം. ഇതിനെ യാതൊരുവൻ നിയമേന ഭക്തിപൂർവം ശ്രവിക്കുന്നുവോ, യാതൊരുവൻ ഇതിനെ ശുദ്ധിയോടെ വൈഷ്ണവന്മാരുടെ മുമ്പാകെ കീർത്തിക്കുന്നുവോ, അവർ രണ്ടുപേരും ചെയ്യേണ്ടതിനെ വിധിപ്രകാരം ചെയ്തവരാകയാൽ പരമഫലത്തെ പ്രാപിക്കും. യഥാർത്ഥ തത്വജ്ഞാനം നിമിത്തം ഭുവനത്തിൽ സാധിപ്പാൻ കഴിയാത്തത് യാതൊന്നുമില്ല. ഇത് ശ്രീ പത്മപുരാണേ ഉത്തരഖണ്ഡേ ശ്രീമദ്ഭാഗവതമാഹാത്മ്യേ ശ്രമവിധികഥനം നാമ ഷഷ്ഠോധ്യായ സമാപ്തമിതം. ഭാഗവതമാഹാത്മ്യം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശുഭം ഭൂയാൽ. ഹരേ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.